വിഷയം കുറച്ച് വലുതാണ്, കുറച്ചല്ല അത്യാവശ്യം വലുതാണ് ഭൗമപരിണാമം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതില് നമുക്ക് കഴിയാവുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകാം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നത്തെ സംഗീത ടീച്ചറും ഷാജി സാറും ടൈറ്റസ് സാറും എടുത്ത ക്ലാസ്സിന്റെ ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടില്ല. എന്താ വെച്ചാല് അത് സ്കിപ്പ് ചെയ്ത് പോവാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കുറെ ഭാഗങ്ങൾ നമ്മൾ അങ്ങനെ ഓൾറെഡി അറിഞ്ഞ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ സ്ലൈഡ് ഈ ഒരു പ്രസന്റേഷനിലേക്ക് പോവാണ്. അതിന്റെ ഒരു ആദ്യ ഭാഗം അല്ലെങ്കിൽ ഇതിന്റെ ഒരു എന്താണ് നമ്മൾ ഭൂമി എങ്ങനെയാണ് പരിണമിച്ചത്, നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്ന് പറയുന്നതാണ് ആദ്യത്തെ കുറച്ച് സ്ലൈഡുകൾ. അപ്പൊ ഇത് വേണമെങ്കിൽ ഇതിന്റെ ടൈറ്റിൽ കല്ലിന് കൊണ്ടൊരു കഥ പറയാൻ എന്ന് വെക്കാമായിരുന്നു. പക്ഷെ അതൊരു പറഞ്ഞ് നമ്മൾ തന്നെ എല്ലാവരും പറഞ്ഞത് ക്ലീശ ആയതുകൊണ്ടാണ് ശിലകൾ ഭൂമിയുടെ കഥ പറയുന്നു എന്ന് കൊടുത്തത്. അതായത് സത്യം പറഞ്ഞാൽ നമ്മുടെ കല്ലുകളിൽ നിന്ന് തന്നെയാണ് പലതരത്തിലുള്ള റോക്കുകളെ പഠിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഭൂമിയെയും ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചും ഭൂമിക്ക് ഉണ്ടായിട്ടുള്ള പരിണാമത്തെക്കുറിച്ചും ഒക്കെ തന്നെ പ്രധാനമായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ഇതിന്റെ വേറൊരു ഭാഗമാണ് നമ്മൾ ഫോസിലുകളെ കുറിച്ചിട്ടുള്ള പഠനം. പക്ഷെ ഫോസിലുകൾ നമുക്ക് വളരെ വ്യാപകമായി കിട്ടുന്നത് ഏതാണ്ട് 540-550 കൊല്ലത്തിന് ഇപ്പുറത്തേക്ക്, സോറി 542 മില്യൺ ഇയേഴ്സ്, ദശലക്ഷം വർഷങ്ങൾക്ക് ഇപ്പുറത്ത് പാലിയോസോയിക് മുതലാണ് നമുക്ക് വളരെ വ്യാപകമായിട്ട് ഫോസിലുകൾ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ജീവന്റെ പരിണാമത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപക്ഷെ കൂടുതലായിട്ട് ഫോസിലുകളെ ആശ്രയിക്കാൻ കഴിയും, ഭൂമിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഫോസിലുകളെ ആശ്രയിക്കാൻ കഴിയും. പക്ഷെ ഭൂമിയുടെ പരിണാമം പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ഏറ്റവും പഴക്കമേറിയ ശിലകൾ തൊട്ടിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ നമ്മളെ ഏറ്റവും ഇതായിട്ട് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് എപ്പോഴും കിട്ടാവുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്ന നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ ഏറ്റവും പുറംപാളിയായിട്ടുള്ള ക്രസ്റ്റ്, അതിന്റെ തന്നെ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ഭാഗം. അതായത് അതിന് രണ്ട് ഭാഗമുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള സിയാൽ ആൻഡ് സൈമ എന്ന് പറയുന്ന അതിലെ കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഭൂഖണ്ഡ ഭാഗത്തുള്ള ക്രസ്റ്റ്, അത് കുറച്ച് തിക്നെസ് കൂടുതലാണ്. അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഇതിലാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹത്തിന്റെ നമ്മുടെ ഭൂമിയുടെ ഒരു ചരിത്രം അതിൽ ഉൾച്ചേർന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല അതിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ശില എന്ന് പറയുന്നത് ഏതാണ്ട് 4 ബില്യൺ വർഷം പഴക്കമുണ്ട്. അതിൽ ഏറ്റവും ചെറുത് അല്ലെങ്കിൽ ഏറ്റവും പുതിയത് എന്ന് പറയുന്നത് ഇന്നും രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ മണ്ണൊലിപ്പിലൂടെയും മറ്റും സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്തൊക്കെ പുതിയ പുതിയ റോക്കുകൾ രൂപം കൊള്ളുന്നുണ്ട്. പർവ്വതങ്ങളുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മിഡ് ഓഷ്യൻ റിഡ്ജിൽ പുതിയ ലാവ പുറത്തേക്ക് വന്ന് അത്തരത്തിൽ പുതിയ പാറകൾ രൂപം കൊള്ളുന്നുണ്ട്. മാന്റലിനുള്ളിൽ വലിയ രൂപത്തിലുള്ള മെറ്റമോർഫിസം നടക്കുന്നുണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള ശിലകളും രൂപം കൊള്ളുന്നുണ്ട്. അപ്പോ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നുള്ളതാണ്. അതേപോലെ നമ്മളിതിന്റെ ഒരു പ്രായം പറയുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് പഴക്കമുള്ള പാറകളൊക്കെ നമ്മൾ പറയും, ഭൂമിയുടെ പഴക്കമൊക്കെ പറയുമ്പോഴും പക്ഷെ ഏറ്റവും പഴക്കമുള്ളത് എന്ന് പറയുന്ന ഒരു 4 ബില്യൺ വർഷത്തിലേറെ പഴക്കമുള്ള പാറ ശരിക്കും ഇവിടെ കാണണം, ഒരു ശിലകൾ ഇവിടെ കാണണം. പക്ഷെ അത്രയും പഴക്കമുള്ളത് നമുക്ക് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ഇതിലൊരു വലിയ രൂപത്തിലുള്ള റീവർക്കിംഗ് ഈ ഒരു ഭൂമി ഉണ്ടായതിനു ശേഷം ഭൂമിയുടെ കോറും മാന്റലും ക്രസ്റ്റും സ്റ്റേബിൾ ആയതിനു ശേഷം, അത് സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടതിന് ശേഷം വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ ഇതിന് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ എങ്ങനെയാണ് ഭൂമി ഉണ്ടായത് അല്ലെങ്കിൽ സൗരയൂഥം ഉണ്ടായി പിന്നെ നമ്മളിപ്പോ ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തുന്ന വരെ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ കുറെ തെളിവുകൾ നമുക്ക് ഈ ക്രസ്റ്റിൽ നിന്ന് തന്നെ കിട്ടും. മുഴുവൻ ക്രസ്റ്റിൽ നിന്നല്ല, പക്ഷെ ഒരുപാട് സംഗതികൾ നമുക്ക് ക്രസ്റ്റിൽ നിന്ന് അറിയാൻ കഴിയും. അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഭൂമി രൂപപ്പെട്ടതിന്റെ ഒരു ചെറിയ അത് മാത്രമാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പൊ നമ്മൾ ഏറ്റവും എടുത്തിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന് നെബുലാർ ഹൈപ്പോത്തിസിസ് ആണ്. നെബുല എന്ന് പറയുന്ന നമ്മൾ ഒരുപാട് പൊടി, ഐസ്, വാതകം ഇതെല്ലതും ഉള്ള അതിന്റെ ഒരു നെബുല, അതിന്റെ ഒരു വാതക പടലം ഘനീഭവിച്ച സമയത്താണ്, അതിന്റെ ഒരു കണ്ടൻസേഷനിലൂടെയാണ് സൂര്യനും അതിന്റെ ഗ്രഹങ്ങളും രൂപം കൊണ്ടിട്ടുള്ളത് നമ്മൾ ഏതാണ്ട് തീരുമാനിച്ചു. പക്ഷെ അങ്ങനെ പൊടിയും പടലവും വാതകവും ഒക്കെ വരുന്നത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലും കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം പ്രപഞ്ചം ഉണ്ടായ 13.8 അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു ബിഗ് ബാങ് തൊട്ടിട്ടാണ് നമ്മൾ പറയേണ്ടി വരിക. അതിനുശേഷം സൗരയൂഥം രൂപം കൊള്ളുന്ന അതിൽ നിന്ന് പുറപ്പെട്ടു വന്നിട്ടുള്ള ദ്രവ്യത്തിന്റെ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നെബുല ഉണ്ടാവുകയും ഒരു വാതകപടലം ഉണ്ടാവുകയും അതിൽ നിന്ന് ഇത്തരത്തില് രൂപം കൊണ്ട സൗരയൂഥത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിൽ തന്നെ ഭൂമി രൂപം കൊണ്ടതിന് ശേഷം ഭൂമി എന്ന് പറയുന്ന സമയത്ത് ഇന്നുള്ളതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ലാവ ബോൾ എന്ന് പറയാവുന്ന ഒരു എന്താ പറയുക ഒരു തീഗോളം എന്ന് പറഞ്ഞാൽ മതിയാവില്ല, വലിയൊരു പാറ ഉരുകി തിളച്ച് കിടക്കുന്ന ഒരു ഗോളം. അതിന് എത്രയോ ദശലക്ഷം വർഷം കഴിഞ്ഞിട്ടാണ് അതിനിപ്പോ നമ്മൾ ഇന്ന് കാണുന്ന പോലെ അല്ലെങ്കിൽ പോലും ഒരു ചെറിയൊരു പുറന്തോട്, അതായത് വലിയ രൂപത്തിൽ മൂവ്മെന്റ് ഇതൊന്നും ഇല്ലാത്തൊരു പുറന്തോട്, ഒരു ക്രസ്റ്റ് രൂപം കൊള്ളുന്നത്. പക്ഷെ അങ്ങനെ രൂപം കൊണ്ട ക്രസ്റ്റ് ഒന്നും ഇന്ന് നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ്. അതിങ്ങനെ ഇതിന്റെ ഒരു മൂവ്മെന്റ് റീവർക്കിംഗ് നടന്ന് ഇതൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, ചിലത് തിരിച്ചു വരുന്നുണ്ട്, ഇങ്ങനെയാണ്.
മാത്രമല്ല ഇപ്പൊ നമ്മൾ ഈ എർത്ത് സയൻസുമായി ബന്ധപ്പെട്ട വലിയൊരു ചർച്ച നടക്കുന്നത്, ഇന്ന് നമുക്ക് അറിയാവുന്നത് പ്ലേറ്റ് ടെക്ടോണിക്സ് ഉണ്ട്, ഇപ്പോൾ പ്ലേറ്റുകൾ ഫലകചലനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ ഫലകചലനം മുമ്പേ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ഇതിലേക്കാണ്, അനുമാനത്തിലേക്കാണ് ഇപ്പോൾ ശാസ്ത്രം എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഭൂമി എങ്ങനെ രൂപപ്പെട്ടു, അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നതിനെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കിട്ടുന്നത് ഒന്ന് ഉൽക്കാശിലകളാണ്. നമ്മുടെ മീറ്റിയോറൈറ്റ്സ് എന്ന് പറയുന്ന വന്ന് വീണ് അതിനെ പിന്നെ നമ്മളതിനെ ഉൽക്കാശില എന്നാണ് വിളിക്കുന്നത്. മീറ്റിയോർസ് വരുന്നു, അത് മീറ്റിയോറൈറ്റ് ആയി നമ്മളതിനെ ഉൽക്കാശിലകൾ. മറ്റൊന്ന് ചന്ദ്രനിൽ നിന്ന് കിട്ടുന്ന അപ്പോളോ മിഷൻ തൊട്ട് പല രൂപത്തിൽ പോയിട്ടുള്ള, അതിൽ ഏറ്റവും പുതിയതാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ചൈന വിട്ട നമ്മുടെ ചാങ് E6 എന്ന് പറയുന്ന മിഷൻ. അത് അതിലുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, ഇതുവരെ നമ്മൾ നേരിട്ട് കാണാൻ കഴിയുന്ന ഭാഗത്ത് ഉള്ള ഇതാണ് എടുത്തിരുന്നതെങ്കിൽ ചന്ദ്രന്റെ ഫാർ സൈഡിൽ നിന്നാണ് ചാങ് E6 എന്ന് പറയുന്ന മിഷൻ സാമ്പിൾ കൊണ്ടുവന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് കാണും. ഇത് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഡിഫറൻസിയേഷൻ, അല്ലെങ്കിൽ ഭൂമി ഇങ്ങനെ ഒരു പല രൂപങ്ങളായി മാറിയത് എങ്ങനെയാ വെച്ചാൽ, അതിന്റെ ആദ്യം ഇതിന്റെ സോളിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഘനീഭവിക്കുന്നത് ഇതിന്റെ സർഫസിലാണ്. അതാണ് അതിനെ ചിൽഡ് ക്രസ്റ്റ്, ഭൂവൽക്കം അങ്ങനെ ചിൽഡായിട്ട് നിന്നു. പിന്നെ ഇതിലുണ്ടായിരുന്ന അതിൽ ഏറ്റവും സാന്ദ്രത കൂടിയിട്ടുള്ള നിക്കൽ, അയൺ, അത്തരത്തിലുള്ള സാന്ദ്രത കൂടിയ ഭാഗങ്ങളൊക്കെ അതിന്റെ ഉള്ളിലേക്ക് സിങ്ക് ചെയ്ത് പോയി. അതാണ് മോൾട്ടൺ ആയിട്ടുള്ള അയൺ കോറായി മാറി, ഇത് അകക്കാമ്പായി മാറി. പിന്നെ അതിനിടയ്ക്ക് ഒരു പാർഷ്യലി സോളിഡ്, പകുതി സോളിഡും പകുതി ദ്രാവക രൂപത്തിലുള്ള മാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രസ്റ്റും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു രൂപം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ DC-യിൽ പറഞ്ഞു പോകാൻ കഴിയില്ല, നമുക്കറിയാം. അതിന്റെ ഒരു ഡീറ്റെയിൽ ഇത് നമ്മൾ വേറെ കാണുന്നുണ്ട്. ഈ ഒരു മാഗ്മ ഓഷ്യൻ എന്ന് പറയുന്ന മാൻഡിൽ ഭാഗം ഇവിടെ കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഇതിന്റെ ഇന്നർ കോറ് സോളിഡ് ആണ് എന്നുള്ളതാണ്. അകക്കാമ്പാണുള്ളത്. അതിന്റെ പുറത്ത് അതിനെ ചുറ്റിക്കൊണ്ട് ഒരു ഔട്ടർ ബാഹ്യ കോറും കൂടി ഉണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇന്നർ കോർ ഇങ്ങനെ സോളിഡ് ആയിട്ട് നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ചുറ്റും ലിക്വിഡ് ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് അവിടെ 6378 കിലോമീറ്റർ റേഡിയസിലുള്ള ഒരു ഗോളത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, നമുക്കറിയാം. അപ്പൊ അതിന്റെ ഉള്ളില് അപ്പൊ അവിടെ നിൽക്കുന്ന പ്രഷർ ടെമ്പറേച്ചർ കണ്ടീഷനിൽ നമ്മുടെ ഒരു ദ്രവ്യത്തിന് സ്വീകരിക്കാവുന്ന ഒരു നില എന്ന് പറയുന്നത് ഖരാവസ്ഥയാണ്. മാത്രമല്ല അവിടെ നമ്മൾ അയൺ, നിക്കൽ, അലോയ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന പോലുള്ള Fe3+, Fe2+ എന്നൊക്കെ പറയുന്ന പെറിക്കയൺ, ഫെറസയൺ ഒന്നും അല്ല അവിടെ ഉള്ളത്. അവിടെ ഇതിന്റെ ചില പോളിമോർഫ്സ് എന്ന് പറയാൻ കഴിയും. അങ്ങനത്തെ ഉള്ള ഒരു രൂപഭേദങ്ങളാണ്. ആൽഫ അയൺ, ബീറ്റ അയൺ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ അയണിന്റെ ചില രൂപങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ കോറിലുള്ളത്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചോദിക്കണം, ഭൂമി എന്തിനാലാണ് നിർമ്മിച്ചിട്ടുള്ളത്? നമ്മുടെ തന്നെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു മുമ്പ്, എന്തിനാലുണ്ടായി എല്ലാം എല്ലാം എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം മൂലകങ്ങളാണ്, പല രൂപത്തിലുള്ള മൂലകങ്ങളാണ് ഉള്ളത് എന്ന് പറയാം. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതിൽ പ്രധാനപ്പെട്ട മൂലകങ്ങൾ ഭൂമി അതിന്റെ ക്രസ്റ്റിലും ഇതിലൊക്കെ ഉള്ള ഈ ഭൂമിയുടെ ദ്രവ്യങ്ങളായിട്ടുള്ള പ്രധാന ഭാഗങ്ങൾ, ശിലകളൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്സിജൻ, സിലിക്കൺ, ഓക്സിജൻ, അയൺ, മഗ്നീഷ്യം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള മൂലകങ്ങളാണ്. ഇതോടൊപ്പം തന്നെ വേറെ കുറച്ച് മൂലകങ്ങൾ കൂടി, ഒരു 10 മൂലകം കൊണ്ട് നമുക്ക് ഒരുപക്ഷെ ക്രസ്റ്റിലുള്ള മിക്കവാറും എല്ലാ ധാതുക്കളെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഇത്തരത്തിൽ ഇതിന്റെ നമ്മളടുത്ത ഇതിൽ കാണും ഏതൊക്കെ മിനറൽസ് ആണ്, ഏതൊക്കെ മൂലകങ്ങളാണ് ഉള്ളത് എന്നുള്ളത്. മാത്രമല്ല ഈ ഒരു നെബുലയിൽ നിന്ന് ഇത് കൂടി ചേർന്ന സമയത്ത് ഇതിൽ കൂടുതലായിട്ടുള്ള ഖരപദാർത്ഥങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ പറയുന്നത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ വരെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് അഥവാ അല്ലെങ്കിൽ റോക്കി പ്ലാനറ്റ്സ് എന്നൊക്കെ പറയാറുണ്ട്. അതിനപ്പുറത്തേക്ക് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ കണക്കാക്കുന്നില്ല, യുറാനസ് വരെയുള്ള ഭാഗങ്ങൾ ഒക്കെ തന്നെ എന്താണ്, വാതക ഗോളങ്ങളുമാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയിട്ടുള്ള ഭാരം കുറഞ്ഞ മൂലകങ്ങളാണ്. പക്ഷെ ബാക്കി ഉള്ളത് റോക്കി മാറ്റർ മുഴുവൻ ഈ പറഞ്ഞ 3, 4 അതിന്റെ കൂടെ ഇതൊക്കെയാണ് ഇതിലുള്ള ബാക്കി മൂലകങ്ങൾ. ഇതിന്റെ പെർസെൻറ്റേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. സിലിക്കൺ 14.9%, ഓക്സിജൻ 50.7, അയൺ 13.9, മഗ്നീഷ്യം 14.5, പിന്നെ ബാക്കിയുള്ള അതൊക്കെ കൂടി പ്രധാനപ്പെട്ട അതിൽ സൾഫർ ഉണ്ട്, നിക്കൽ ഉണ്ട്, അലുമിനിയം, കാൽസ്യം, സോഡിയം, മറ്റെല്ലാതും കൂടി ആ ഒരു ചെറിയ പോർഷൻ അവിടെ കാണിക്കുന്നത്. അതുപോലെ അതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ റോക്കി പ്ലാനറ്റ്സ് അതുപോലെ ഗ്യാഷ്യസ് പ്ലാനറ്റ്സ് ആയിട്ടാണ് നമ്മൾ രണ്ടായിട്ട് ഇതിനെ കാണുന്നത്. മാത്രമല്ല അതിൽ സൗരയൂഥത്തിന്റെ ആദ്യഘട്ടങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടുന്നത് തന്നെ എവിടെന്ന് വെച്ചാൽ ഈ പറഞ്ഞ വരുന്ന ഉൽക്കാശിലകളിൽ നിന്നാണ്. നമ്മൾ ശാസ്ത്രം വികസിച്ചിട്ട് നമ്മൾ ഉൽക്കാശിലകളിൽ നിന്ന് പോയി സാമ്പിൾ എടുത്ത് കൊണ്ടുവന്ന് അതിനെപ്പറ്റി പഠിക്കുന്നു. അതിൽ നിന്ന് എങ്ങനെ മെറ്റാലിക് റിസോഴ്സസ് സെപ്പറേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വലിയ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മുമ്പ് ഇത്രയ്ക്ക് ആവുന്നതിന് മുമ്പ് നമ്മൾ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നിരുന്ന ഉൽക്കാശിലകളെ എടുത്ത് പഠിക്കുകയാണ് ചെയ്തിരുന്നത്. അതിലെ വലിയ വികാസത്തിൽ നിന്നാണ് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത്.
അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഉൽക്കാശിലകൾ ചിലത് ഭൂമിയുടെ രൂപീകരണത്തെക്കാൾ മുമ്പുള്ളതാണ്, പഴക്കം കൂടിയതാണ്. ചിലത് ഗ്രഹങ്ങൾ രൂപപ്പെടാൻ ചെറിയ ഇതെങ്ങനെ, അപ്പൊ ഇതിന്റെ ഒരു മുഴുവൻ സീക്രട്ടും, ഈ രഹസ്യം മുഴുവൻ ഉള്ളത് ഈ ഉൽക്കാശിലകളിലാണ് ഒരു പരിധി വരെ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത് ഇതിന്റെ ഒരു ടൈം ലൈൻ ആണ്. എപ്പോഴാണ് ഇത് ഉണ്ടായി വന്നത്, എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇതിൽ ഈ പൊടിപടലങ്ങളൊക്കെ തന്നെ വലുതാവുന്നു. അത് ചേർന്നിട്ട് ഒരു ഗ്രഹങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പത്തെ ഒരു പാർട്ടിക്കിൾ, അതിനെ നമ്മൾ പറയുന്ന പ്ലാനറ്റസിമൽസ് എന്നാണ്. അതിനുശേഷം ഈ പ്ലാനറ്റസിമൽസിൽ ഒരു ഡിഫറൻസിയേഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു വിതരണം, അല്ലെങ്കിൽ അതിന്റെ ഒരു വേർപിരിയൽ നടക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ പറഞ്ഞ അത്തരത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള റോക്കി പ്ലാനറ്റ്സിലൊക്കെ തന്നെ എന്താ വെച്ചാൽ അയൺ, ഇരുമ്പ് പോലെയുള്ള കനം കൂടിയിട്ടുള്ള മൂലകങ്ങൾ ഇതിലേക്ക് അതിന്റെ കോറിലേക്ക് പോവുകയും ബാക്കി അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഈ കനം കുറഞ്ഞ സിലിക്കൺ, അലുമിനിയം പോലെയുള്ള ഫെൽസിക് റോക്ക് അല്ലെങ്കിൽ സിലിക്കേറ്റ് മിനറലൊക്കെ തന്നെ ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വലിയ രൂപത്തിലുള്ള ഒരു വിവരം കിട്ടിയത് എപ്പോഴാ വെച്ചാൽ 1969 മെക്സിക്കയിലുള്ള ഒരു ഗ്രാമമായിട്ടുള്ള അലൻഡെ എന്ന് പറയുന്ന അലൻഡയില് ഒരു വലിയ 2 ടൺ ഭാരമുള്ള ഒരു ഉൽക്കാശില വന്നു വീഴുകയാണ്. അതിൽ നിന്ന് ഒരുപാട് വിവരം നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഉണ്ടായിരുന്നത് എന്താ വെച്ചാല് അലുമിനിയം ഓക്സൈഡ് ഉണ്ട്, കാൽസ്യം ഓക്സൈഡ് ഉണ്ട്. അതിന്റെ ഒരു പൊടി ഇതുപോലെ അടുത്ത ചിത്രം ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. അതുപോലെ ഹൈഡ്രജനും ഹീലിയവും ഒഴികെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ എന്താണ്, ഇതൊക്കെ സൂര്യന്റെ അതേ ഘടനയിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ ഇത് ഈ നമുക്ക് ഈ കിട്ടിയ ഉൽക്കാശില എന്ന് പറയുന്ന സൗരയൂഥത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ഖരപദാർത്ഥങ്ങളുടെ ഒരു അവശിഷ്ടമാണ് എന്നാണ് വിചാരിക്കുന്നത്. അതായത് 4.566 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 4566 മില്യൺ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഒരു റോക്കാണ്. അതായത് അലന്റെ ഗ്രാമത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഉൽക്കാശിലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റോക്കാണ് നമ്മുടെ ഏറ്റവും പഴക്കമുള്ള വസ്തുവായിട്ട് നമ്മുടെ കയ്യിലുള്ളത്. ഇതാണത്. ഇതൊരു മ്യൂസിയത്തിലെ ഒരു നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഫോട്ടോ ആണ്. അതേപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള മറ്റൊരു സംഗതി എന്ന് പറയുന്നത് വേറൊരു ഗ്രഹത്തിൽ നിന്നുള്ള ഒരു ലാവ. അത് ബസാൾട്ടിക് ലാവയുടെ ഒരു ഇതാണ്. അതിനെ പറയുന്ന പേര് ക്യാമൽ ഡോങ്ക സ്റ്റോണി മീറ്റിയോറൈറ്റ് എന്നാണ്. ഉൽക്കാശില എന്ന് പറയുന്നത് മീറ്റിയോറൈറ്റ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്റ്റോണി മീറ്റിയോറൈറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ, ചിലതിൽ എന്തുണ്ട് വെച്ചാൽ മെറ്റലിന്റെ കണ്ടന്റ് കുറവായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റോക്കി പാർട്ടിക്കിൾ ആയിട്ട്, അല്ലെങ്കിൽ സ്റ്റോണി പാർട്ടിക്കിൾ ആണ്. അതിനെ നമ്മൾ സ്റ്റോണി മീറ്റിയോറൈറ്റ് എന്ന് പറയും. ചിലതിന് എന്താ വെച്ചാൽ അയൺ മീറ്റിയോറൈറ്റ്, ഇരുമ്പിന്റെ അംശം തന്നെ വളരെ കൂടുതലുള്ള ഉൽക്കാശിലകളുണ്ട്. അതിനെ നമ്മൾ അയൺ മീറ്റിയോറൈറ്റ് എന്ന് സെപ്പറേറ്റ് പറയാറുണ്ട്. അപ്പൊ ഈ ഇത്തരത്തിൽ കിട്ടിയിട്ടുള്ള ഉൽക്കാശിലകളൊക്കെ തന്നെ എന്താണ്, വേറെ എവിടെയോ ഉണ്ടായിട്ടുള്ള ഒരു മാഗ്മ പുറത്തു വരുമ്പോഴാണ് നമ്മൾ അതിനെ ലാവ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉള്ളിലുള്ളപ്പോൾ അതിനെ മാഗ്മ എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ലാവ, ഇങ്ങനെ ഒരു ലാവ, അപ്പൊ ഈ ക്യാമൽ ഡോങ്ക സ്റ്റോണി എന്ന് പറയുന്ന സ്റ്റോണി മീറ്റിയോറൈറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു ലാവ ഉണ്ടാവണമെങ്കിൽ വലിയ രൂപത്തിലുള്ള ഗ്രഹം ആവശ്യമുണ്ട്. ഒരു 200 കിലോമീറ്ററിലധികം വിസ്താരമുള്ള വലിയ രൂപത്തിലുള്ള ഗ്രഹങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഫ്ലഡ് അല്ലെങ്കിൽ ബസാൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോ മാത്രമല്ല അത്തരത്തിലുള്ള ഈ ലാവ അതൊക്കെ ഫോം ചെയ്തിട്ടുള്ളത് എപ്പോഴത്തെ സൗരയൂഥൻ രൂപം കൊണ്ട് വലിയ താമസമില്ലാതെ പറയുമ്പോൾ നമ്മുടെ കണക്കിലല്ല, ഭൂമിയുടെ സ്കെയിലാണ്. ദശലക്ഷക്കണക്കിന് വർഷമാണ് ഭൂമിയുടെ ഇന്നലെ നാളെ എന്നൊക്കെ പറയുമ്പോൾ ആ രൂപത്തിലാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ സ്റ്റോണി മീറ്റിയോറൈറ്റ്, ലാവ. വേറൊന്നാണ് അയൺ മീറ്റിയോറൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു അയൺ മീറ്റിയോറൈറ്റ്, നമുക്ക് ഒരുപാട് വിവരങ്ങൾ തന്നിട്ടുള്ള ഈ ഒരു അയൺ മീറ്റിയോറൈറ്റിന്റെ പേര് കുറച്ചൊരു തമാശയുള്ള ഒരു പേരാണ്. മുങ്ങിൻഡി എന്നാണ് അതിന്റെ പേര്. പുരാതന പ്രപഞ്ചത്തിന്റെ മൂന്നാമത്തെ അവശിഷ്ടമായിട്ട് ഇപ്പൊ നമ്മൾ ശാസ്ത്രം പഠിക്കുന്ന മൂന്നാമത്തെ ഒരു സംഗതിയാണ്. ഇതൊരു പഴയ ഒരു ഗ്രഹത്തിന്റെ ഒരു കോർ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വെച്ചാൽ മുഴുവനായിട്ടും അയൺ കണ്ടന്റ് ആണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല അതിന്റെ ഒരു സെന്റർ പാർട്ട്, അതിന്റെ ഭാരമേറിയ ഒരു കോർ ഇരുമ്പ് നിക്കൽ അലോയി ആണ്. മാത്രമല്ല അത് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. അത് ഭാരം കുറഞ്ഞ സിലിക്കേറ്റ് ഷെൽ, ഇപ്പൊ നമ്മളെ ഭൂമിയുടെ നോക്കിക്കഴിഞ്ഞാൽ ഉള്ള അതേപോലെ തന്നെ അയൺ സെന്ററിലും സിലിക്കേറ്റ് ഷെല്ലും മുകളിലും ഉള്ളതിൽ നിന്ന് ഇത് വേർപെട്ട് പോയിട്ടുള്ള സംഗതിയാണ്. മാത്രമല്ല ഇതിൽ കിട്ടിയിട്ടുള്ളത് എന്താ വെച്ചാൽ ഇരുമ്പ് നിക്കൽ അലോയികളായിട്ടുള്ള അതിന്റെ ലോഹസങ്കരങ്ങളായിട്ടുള്ള 2 മിനറലാണ്. കാമസൈറ്റ്, ടൈനൈറ്റ് എന്നാണ് അതിന്റെ പേര്. അത് രണ്ടും ചേർന്നിട്ടുള്ള ഈ 2 കാമസൈറ്റ്, ടൈനൈറ്റ് എന്ന് പറയുന്ന മിനറലുകൾ ചേർന്നതാണ് മുങ്ങിൻഡി എന്ന് പറയുന്ന ഇരുമ്പ് ഉൽക്കാശില. മാത്രമല്ല ഇതിലൊരു ഇന്റർഗ്രോത്ത് ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെ ഒരു ഇന്റർഗ്രോത്ത്, പരസ്പര വളർച്ച എന്ന് കൊടുത്തതിന്റെ ഇന്റർഗ്രോത്ത് ആണ്. അതൊരു പ്രത്യേക പാറ്റേൺ തരുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്നത് വിഡ്മാൻ സ്റ്റേറ്റൻ ഗ്രോത്ത് എന്നാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഘടന അതാണ് അത് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അതിൽ വേറൊരു ഇരുമ്പ് സൾഫൈഡിന്റെ മിനറൽ ആയിട്ടുള്ള ട്രോലൈറ്റും കൂടി ഇതിലുണ്ട്. ഇതാണ് ഇതിലുള്ള ഈ ഒരു ടെക്സ്ചറാണ് നമ്മൾ പറഞ്ഞ വിഡ്മാൻ സ്റ്റേറ്റൻ എന്ന് പറയുന്നത്. വേറൊരു വിവരം നമുക്ക് കിട്ടുന്നത് പുരാതന ഭൂമിയെ കുറിച്ച് നമുക്ക് കിട്ടുന്നത് ഗ്രീൻലാൻഡിൽ നിന്നുള്ള പുരാതന ഓൾഡ് സെഡിമെന്റ്സ് ആണ്. അവിടെയുള്ള സെഡിമെന്റ് എന്ന് പറയുന്നത് 3.8 ബില്യൺ വർഷമുള്ള അവിടെ ഒരു സീക്വൻസ് ഉണ്ട്, ഒരു സെഡിമെന്ററി സീക്വൻസ്. അതിന്റെ പേരാണ് ഇസ്വ സീക്വൻസ്, IZUA, ഇസ്വ സീക്വൻസ്. അതാണ് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള അവസാദ ശിലകളും അവസാദങ്ങളും. അവസാദം എന്ന് പറയുന്നത് സെഡിമെന്ററി റോക്സ്.
അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അവസാദശില ഇമ്പോർട്ടന്റ് ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലത്ത് സമുദ്രജലത്തിൽ നിന്നുള്ള കെമിക്കൽ സെഡിമെന്റ്സ് ആണ് ഇത്. അപ്പോ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, ആ സമയത്ത് ഒന്ന് ഇതിൽ ആ സമയത്ത് സമുദ്രങ്ങൾ അതിലേക്ക് നമുക്ക് വരാം. മാത്രമല്ല ഈ സെഡിമെന്റിന്റെ കൂടെ തന്നെ എന്തുണ്ട് വെച്ചാൽ, അതിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് ആ ഒരു ഇത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട സെഡിമെന്റ് അവസാദങ്ങളുടെ കൂടെ തന്നെ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കുള്ള സ്ഫോടനങ്ങളിലൂടെ വന്നിട്ടുള്ള മെറ്റീരിയൽ ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സീക്വൻസ് ആണ് അവിടെ കിട്ടുന്നത്. അപ്പൊ ഇസുവ റോക്സ് അല്ലെങ്കിൽ ഇസുവ സെഡിമെന്റ്സ് പഠിച്ചതിൽ നിന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യകാല ഭൂമിയെ കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്ന് എന്താ വെച്ചാല്, ഭൂമിക്ക് ഈ ഒരു സമയത്ത്, അതായത് 3.8 ബില്യൺ വർഷമൊക്കെ ആവുന്ന ഒരു കാലത്ത് ഒരു സമുദ്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ ആദ്യത്തത്. രണ്ടാമത്തത്, അതിൽ സെഡിമെന്റ്സ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന രൂപത്തിൽ ജിയോളജിക്കൽ പ്രോസസ്സുകൾ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത്, അഗ്നിപർവ്വതങ്ങൾ ഇതോടൊപ്പം തന്നെ ആക്റ്റീവ് ആയിരുന്നു, അതിന്റെ ഇത് നടന്നിരുന്നു എന്നുള്ളതാണ്. വേറൊന്ന്, കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും, വാട്ടർ വേപ്പറും കാർബൺ ഡൈ ഓക്സൈഡും നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പാറകളൊക്കെ തന്നെ സോയിൽ ഇറോഷൻ, റോക്ക് ഇറോഷൻ ഒക്കെ വളരെ കാലമായിട്ട് നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ജിയോ കെമിക്കൽ എവിഡൻസും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഇതിൽ നിന്ന് മുഴുവനായിട്ടും നമുക്ക് കിട്ടുന്നില്ല. ഇതിൽ ആകെ ഈ സെഡിമെന്റ്സ് ആയാലും ഇപ്പൊ ഈ പറഞ്ഞ റോക്ക് റീവർക്ക് ചെയ്ത് കിട്ടുന്ന റോക്ക് ആയി കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് പെട്രോളജിസ്റ്റുകൾ, പാറകളെ കുറിച്ച് പഠിക്കുന്ന ജിയോളജിസ്റ്റുകൾ അവർ നോക്കുന്നത് എന്താ വെച്ചാൽ, എവിടെയെങ്കിലും സിർക്കൺ എന്ന് പറയുന്ന ഒരു ഇതിന്റെ ഒരു ധാതുവിന്റെ അവശിഷ്ടമുണ്ടോ എന്നുള്ളതാണ്. സിർക്കൺ എന്ന് പറയുന്നത് സിർക്കോണിയം സൾഫേറ്റ് ആണ്, സിലിക്കേറ്റ് ആണ്. അപ്പൊ അതുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അതിന്റെ ഉള്ളിൽ യുറേനിയം അടങ്ങിയിരിക്കും. സിർക്കോണിൽ സാധാരണയായിട്ട് എന്തുണ്ടാവും വെച്ചാൽ യുറേനിയം ഉണ്ടാവും. ഈ യുറേനിയം റേഡിയോ ആക്റ്റീവ് ഡീക്കേ നടന്നിട്ട് ലെഡ് ആയിട്ട് കൺവെർട്ട് ചെയ്യും. നമ്മുടെ യുറേനിയം EM ആയിട്ട്, EM ആണല്ലോ ലെഡ് ആയിട്ട് മാറും. അപ്പൊ അതിന്റെ റേഡിയോ ആക്റ്റീവ് ഡീക്കേ പ്രോസസ്സ് കണക്കാക്കിക്കൊണ്ട് നമ്മൾ ഇതിന് എത്രയാണ് അതിന്റെ പ്രായം എന്ന് കണക്കാക്കുകയാണ്. അങ്ങനെയാണ്, അല്ലാതെ മുഴുവനായിട്ട് അതിൽ ആദ്യ ഘട്ടത്തിൽ ഉണ്ടായ മുഴുവൻ സംഗതികൾ ഉണ്ടായിട്ടല്ല നമുക്കിത് മനസ്സിലാവും. ഇനി വേറൊരു സംഗതി, നമുക്ക് നമ്മുടെ പഴയ ഭൂമിയെ കുറിച്ച് നമുക്ക് വിവരം തരുന്ന മറ്റൊരു ശില എന്ന് പറയുന്നത് ബാൻഡഡ് അയൺ ഫോർമേഷൻ ആണ്. BIF എന്നാണ് അതിന്റെ ചുരുക്കം. ഇതിൽ രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇതിൽ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതൊക്കെ അയൺ ആണ്, അയൺ ഡെപ്പോസിറ്റ് ആണ്. അതിൽ റെഡ് കളറിൽ കാണുന്നത് ചിലപ്പോൾ വൈറ്റ് കളറിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഗ്രേ കളറിൽ ഉണ്ടാവാം. ഇതിൽ കാണിച്ചിട്ടുള്ള ബാൻഡഡ് അയൺ ഫോർമേഷനിൽ ചെർട്ട്, അല്ലെങ്കിൽ ചിലതില് ചാൾസ് ഡെനി എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള സിലിക്കയുടെ പല രൂപങ്ങളാണ്. ക്വാർട്സിന്റെ തന്നെ പല വകഭേദങ്ങളായിട്ടുള്ള മെറ്റീരിയലാണ് ഉണ്ടാവുക. അതിൽ ഈ ബ്ലാക്ക് ആണ് അയൺ, മറ്റത് ഈ പറഞ്ഞ സെഡിമെന്ററി ആണ്. ഇതിങ്ങനെ റോക്ക് ഇതായിട്ട് വരും. ഇത് നമുക്ക് ഇന്ത്യയിൽ ഇത് എവിടെ കാണപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇപ്പൊ മാംഗ്ലൂർ അടുത്ത് വലിയ അയൺ ഓർ ഉണ്ടായിരുന്നു, കുതിരമുഖ അയൺ ഓർ എന്ന് പറയുന്നത്. ഇപ്പൊ അത് അടച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഒരുപക്ഷെ ടൂറൊക്കെ ആയിട്ട് ചിക്കമംഗ്ലൂർ ഏരിയയിലൊക്കെ പോയിട്ടുള്ള ആളുകൾ കണ്ടിട്ടുള്ള നല്ല റെഡിഷ് ആയിട്ടുള്ള കുന്നുകൾ, അതൊക്കെ തന്നെ എന്താ വെച്ചാൽ പഴയ കാലത്ത് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ബാൻഡഡ് അയൺ ഫോർമേഷൻ. അവിടെ നമുക്ക് ഇത്ര റെഡിഷ് ഇത് കിട്ടില്ല. അവിടെ നമുക്ക് എന്താ വെച്ചാൽ BHQ, BMQ എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള പാറകളാണ് ഉണ്ടാവും. ബാൻഡഡ് മാഗ്നറ്റൈറ്റ് ക്വാർട്സൈറ്റ്, ബാൻഡഡ് ഹാമറ്റൈറ്റ് ക്വാർട്സൈറ്റ്, ചിലപ്പോൾ ബാൻഡഡ് ഹാമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ക്വാർട്സൈറ്റ് ഉണ്ട്, BHMQ എന്ന് പറയും. ഇവിടെ അതിന് പകരം ഇതിൽ ഇത്രയും റെഡിഷ് ഇത് കിട്ടാൻ കാരണം എന്താ വെച്ചാൽ, ഇതിലുള്ള മെറ്റീരിയൽ വേറെയാണ്. ഉണ്ട്, അതുപോലെ അത്തരത്തിലുള്ള സിലിക്കയുടെ ക്വാർട്സിന്റെ വകഭേദങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ ഇതിൽ കാണിച്ചിട്ടുള്ളത് കാനഡയിൽ നിന്നുള്ള ഒരു ഇതാണ്. അപ്പൊ അതെന്താ വെച്ചാൽ ഏതാണ്ട് 3 ബില്യൺ വർഷം പഴക്കമുള്ള അയൺ ഫോർമേഷൻ ആണ്. അപ്പോ ഇതെന്താ സംഗതി വെച്ചാൽ, ഈ അയൺ ഉണ്ടായി വരുന്നത് അന്തരീക്ഷത്തിലും സമുദ്രത്തിലും ഓക്സിജന്റെ അളവ് വളരെ വളരെ കുറവായിരുന്നു എന്നുള്ളതും കൂടിയാണ്. ആ സമയത്ത് ഉള്ള അന്തരീക്ഷത്തെ കുറിച്ച് ഒരു ഐഡിയയും കൂടി കിട്ടുകയാണ്. എന്താ വെച്ചാൽ, ഇതിൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ കൊടുക്കുന്നത് ഫോട്ടോസിന്തറ്റിക് ജീവികളാണ്. പക്ഷെ അത് സമുദ്രജലത്തിലുള്ള അതിലിങ്ങനെ അലിഞ്ഞു ചേർന്നിട്ടുള്ള അയണുമായിട്ട് പ്രതിപ്രവർത്തിച്ചിട്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഇരുമ്പ് ഓക്സൈഡ് ഉണ്ടാവും. അതാണ് ഈ ഇതിൽ കാണുന്ന അയൺ ഫോർമേഷൻ. അപ്പൊ ഇതിലെ ഇരുണ്ട പാളികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാഗ്നറ്റൈറ്റ് ആണ്. ചുവന്ന പാളികൾ ചാൾസ് ഡെനി എന്ന് പറയുന്ന ഒരു റോക്കാണ്, സിലിക്കയുടെ ഒരു രൂപമാണ്. ഇതിൽ നിന്ന് രണ്ട് മൂന്ന് വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്നെന്താ വെച്ചാൽ, ഇത് ജീവന്റെ വികാസം, ഗ്രഹത്തിന്റെ പരിണാമത്തെ ആഴത്തിൽ സ്വാധീനിച്ചു എന്നുള്ളതാണ്. കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന ജീവികൾ ഉണ്ടായതിനനുസരിച്ചിട്ടാണ് ഈ ഓക്സിജൻ ഉണ്ടാകുന്നത്. അപ്പൊ അതെന്തുണ്ടായി വെച്ചാല്, ഈ വെള്ളത്തിൽ അതുവരെ ജലത്തിൽ അലിഞ്ഞു കിടന്നിരുന്ന അയൺ ഓക്സൈഡിനെ പുറത്തെടുത്തിട്ട് അത് ധാതുവായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മളൊക്കെ അറിയാലോ, നമ്മുടെ വെള്ളത്തിൽ ഇരുമ്പിന്റെ പ്രശ്നമുള്ള വീട്ടിലെ കിണറിലെ വെള്ളം നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷവുമായി സമ്പർക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അതിന്റെ താഴെ അടിഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രാഥമികമായ രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ തോന്നും. അപ്പൊ ഇതാണ് ഇതിലുള്ള മാത്രമല്ല, ജീവൻ നമ്മുടെ അന്തരീക്ഷത്തെ ശ്വസിക്കാൻ കഴിയുന്നതാക്കി എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. അതായത് അല്ലെങ്കിൽ ഈ ഒരു ഓക്സിജന്റെ അളവ് കൂടി വന്നതിനനുസരിച്ചിട്ടാണ് ഈ ബാൻഡഡ് അയൺ ഫോർമേഷൻസ് ഉണ്ടാവാൻ തുടങ്ങിയത് എന്നുള്ളതാണ്.
ഇനി ഈ ഭൂമി വേർതിരിഞ്ഞ് പോവുകയാണ്. വേർതിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി പാളികളായി വേർതിരിഞ്ഞു പറഞ്ഞാൽ നമ്മൾ കോർ വന്നു, ഔട്ടർ കോർ വന്നു, ഇത് നമ്മുടെ മാന്റിൽ വന്നു, പിന്നെ ക്രസ്റ്റ് വന്നു, പുറന്തോട് വന്നു, ഭൂവൽക്കം അല്ലെങ്കിൽ പുറന്തോട് എന്നൊക്കെ പറയുന്ന നമ്മുടെ ക്രസ്റ്റ്, അതിന്റെ മേലെ ഭൂഖണ്ഡങ്ങളായിട്ട് മാറുകയാണ്. അപ്പോ ഈ മാത്രമല്ല ഇതിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഇതിനോടൊപ്പം സംഭവിച്ചിട്ടുള്ളതാണ് ഒരു സമുദ്രം ഉണ്ടാവുന്നുണ്ട്, അന്തരീക്ഷം ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല ഈ അന്തരീക്ഷം സമുദ്രമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെ ലൈറ്റർ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ചിലതൊക്കെ തന്നെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ നേരത്തെ പറഞ്ഞ സോളിഡ് അയൺ നിക്കൽ അലോയ് ഇൻ ദ ഇന്നർ കോർ, അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള ഔട്ടർ ബാഹ്യ കോറില് ലിക്വിഡ് ആണ്. പിന്നെ ഏറ്റവും കൂടിയ വലിയ ഭാഗമായിട്ടുള്ള മാന്റിൽ ഡെൻസ് സിലിക്കേറ്റ് മിനറൽസ് ആണ്, പെരിഡോട്ടൈറ്റ് എന്നൊക്കെ പറയുന്ന, അതുപോലെ ഓംഫസൈറ്റ്, അതുപോലെ വലിയ രൂപത്തിലുള്ള ഡെൻസ് ആയിട്ടുള്ള കൂടുതൽ ഫെറോമഗ്നീഷ്യൻ മിനറൽ നമ്മൾ പറയും. അത്തരത്തിലുള്ള സിലിക്കേറ്റ് മിനറൽസ് ആണ് അതിലുള്ളത്. ക്രസ്റ്റിലേക്ക് എത്തുമ്പോഴേക്ക് ഇത് ലൈറ്റർ ആയിട്ടുള്ള സിലിക്കേറ്റ് മിനറലാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ കാണാം. അതായത് വളരെ സാന്ദ്രത കുറഞ്ഞ സിലിക്കേറ്റ് മിനറൽസ് സാന്ദ്രത കൂടി ഉള്ളിലേക്ക് താഴുന്ന അല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന ഡെൻസ് ആയിട്ടുള്ള സിലിക്കേറ്റ് ഫെറോമഗ്നീഷ്യൻ ഇതിന്റെ മുകളിൽ കിടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇതാണ് ഇതിന്റെ ഒരു ഏകദേശ ചിത്രം. ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. എന്തായാലും ഇതിന്റെ ഒരു 6371 കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു ആവറേജ് വ്യാസം, റേഡിയസ് എന്ന് പറയുന്നത്. അതിലൊരു 2900 വരെ നമ്മുടെ മാന്റിലാണ്. ഇവിടുത്തെ മേലത്തെ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് 35 തൊട്ട് 50 കിലോമീറ്റർ വരെയാണ്. ഹൈഡ്രോസ്ഫിയർ ജലമുള്ള ഭാഗം ഏതാണ്ട് 4 കിലോമീറ്റർ വരെ വരുന്നുള്ളൂ. പിന്നെ മാന്റിലൊക്കെ ഒരുപാട് ജലമുള്ളത് എവിടെ വെച്ചാൽ ഇതിന്റെ ഒരു മിനറൽ, അവിടെ പ്രസന്റ് ആയിട്ടുള്ള മിനറലിന്റെ ലാറ്റിസ്, അതിന്റെ ഒരു കോമ്പോസിഷന്റെ ഭാഗമായിട്ട് വെള്ളം തുള്ളി ഇപ്പൊ നമുക്ക് ഇവിടെ കാണുന്ന പോലെയല്ല, ഈ ലാറ്റിസിന്റെ ഭാഗമായിട്ട് ജലം അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇത് അതിന്റെ ഒരു രേഖാചിത്രമാണ്. ഔട്ടർ കോർ, ഇന്നർ കോർ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ആന്തരിക ഘടനയൊക്കെ ഇങ്ങനെ അത്ര കൃത്യമായിട്ട് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഉപയോഗിച്ചത് ഭൂകമ്പ തരംഗങ്ങളെയാണ്. ഭൂകമ്പത്തിൽ നിന്ന് പുറത്തു വരുന്ന 4 തരത്തിലുള്ള തരംഗങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 തരംഗങ്ങൾ പി തരംഗങ്ങളും എസ് തരംഗങ്ങളുമാണ്. പി എന്ന് പറയുന്നതിന് പ്രൈമറി, പ്രാഥമിക തരംഗങ്ങൾ എന്നുള്ള ആദ്യം വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. സ്പീഡ് മറ്റേതിന് സെക്കൻഡറി വേവ്സ് അല്ലെങ്കിൽ എസ് വേവ്സ് ആണ് രണ്ടാമത്തത്. അപ്പൊ ഈ പി വേവ് ആണ് ആദ്യം ഒരു സിസ്മോഗ്രാഫിൽ റെക്കോർഡ് ചെയ്യപ്പെടുക. രണ്ടാമത്തത് എസ് വേവ് ആണ്. പക്ഷെ ഇതിനൊരു പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഈ എസ് വേവ് എന്ന് പറയുന്നത് സോളിഡ് ഖരവസ്തുക്കളിലൂടെ മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യുള്ളൂ, അതിലൂടെ മാത്രമേ അത് കടന്നു പോകുള്ളൂ. അതിന്റെ സഞ്ചാര ദിശയിൽ ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വന്നാൽ, വാതകമോ അല്ലെങ്കിൽ ഒരു ദ്രാവകമോ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഇത് പോവില്ല. ഇനി അഥവാ പോവുകയാണെങ്കിൽ അത് വളരെ ഇത് ചെയ്തിട്ട് എന്താ പറയുക, റിഫ്രാക്ട് ചെയ്യപ്പെട്ടിട്ടാണ് പോവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പല സിസ്മോഗ്രാഫുകളെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ഇതിന്റെ ഇതിന് എന്താ പറയാ റെക്കോർഡുകൾ, സിസ്മോഗ്രാം റെക്കോർഡ് ഇതിനെ പരിശോധിച്ച സമയത്ത് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ ഒരു എപ്പി സെന്ററിൽ നിന്ന് ഇതിന്റെ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള വേവ്സ്, പി വേവ്സും എസ് വേവ്സും റെക്കോർഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഏതാണ്ട് ഒരു നമ്മൾ നിൽക്കുന്നത് അതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് വിചാരിച്ചാൽ അത് ഇവിടുന്ന് പോയിട്ട് ഭൂമിയുടെ മറ്റു ഭാഗത്തേക്ക് 360 ഡിഗ്രി ഉണ്ടല്ലോ, അതിലൊരു 105 ഡിഗ്രി വരെ ഇതിനെ നമുക്ക് പി വേവ് കിട്ടുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 103 ഡിഗ്രി ഒക്കെ ആകുമ്പോഴാണ് പിന്നെ പി വേവ് കിട്ടുന്നത്. മാത്രമല്ല ആ പി വേവിന്റെ സ്വഭാവത്തിൽ, ഈ പ്രൈമറി വേവിന്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. അതൊരു തരം റിഫ്രാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പി വേവ് ആണ് കിട്ടുന്നത്. അതാണ് അപ്പോൾ ആ ഒരു 103 തൊട്ടിട്ട് 143 വരെയായിട്ടുള്ള 105 ഡിഗ്രി മുതൽ 143 ഡിഗ്രി വരെ എപ്പിസെന്റർ എന്നുള്ള ഒരു ആംഗുലർ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്നത് പി വേവിന്റെ ഷാഡോ സോൺ എന്നാണ്. പി വേവ് നിഴൽ മേഖലയാണ്. അതേപോലെ തന്നെ ഇതിനപ്പുറത്തേക്ക് ഈ പി വേവ് ഇങ്ങനെ റിഫ്രാക്ട് ചെയ്യപ്പെടുന്ന ആ പോയിന്റ് തൊട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് എസ് വേവ്, നമ്മുടെ സെക്കൻഡറി വേവ് തൊട്ട് കിട്ടുന്നില്ല. ഒരു ഇതിലും ഭൂകമ്പത്തിന്റെ കേസിലും ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ ഇതെല്ലാം ചേർത്ത് വെച്ച് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിന്റെ ഇന്നറിൽ ഒരു ലിക്വിഡ് മെറ്റീരിയൽ ഉണ്ടായാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു റിഫ്രാക്ഷൻ നടക്കുക. ഇത്തരത്തിലുള്ളൊരു എന്താ പറയാ, ഈ ഒരു എസ് വേവ് അങ്ങോട്ട് എത്താത്ത രൂപത്തിൽ ഈ സംഗതി ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ ഇതിന്റെ ഇന്നറിൽ ഒരു ലിക്വിഡ് ഔട്ടർ കോർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അതായത് നമ്മളതിന് ഉപയോഗിച്ചത് വലിയൊരു പരീക്ഷണം നടത്തിയിട്ടല്ല നമ്മൾ കാണുന്നത്. ഭൂമിയുടെ ചില പ്രത്യേകതകളെ, ഭൂമിയുടെ ചില ഡിസാസ്റ്റർ എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന സംഗതികളെ പരിശോധിച്ചും നിരീക്ഷിച്ചുമാണ്. ശാസ്ത്രത്തിന്റെ ഒരു രീതി അതുകൂടിയാണ് എന്നുള്ളതാണ്.
അങ്ങനെ അതിൽ നിന്നാണ് നമുക്ക് ഭൂമിയുടെ ഒരു ആന്തരികഘടനയെ പറ്റിയിട്ടുള്ള, ഇത് മാത്രമല്ല പിന്നെ പിന്നെ കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള ജിയോ ഫോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സിസ്മിക് ഇത് നടത്തിയിട്ട് ചെറിയ ചെറിയ വൈബ്രേഷൻസ് കൊടുത്ത്, ചെറുതല്ല വലിയ രൂപത്തിലുള്ള വൈബ്രേഷൻസ് കൊടുത്ത് പല രൂപത്തിലാണ് ഇത് പഠിക്കുന്നത്. പക്ഷെ ഇതിന്റെ ആദ്യത്തെ, അതായത് ഇത്തരത്തിലുള്ള ഒരു ലിക്വിഡ് ഔട്ടർ കോർ ഉണ്ട് എന്നുള്ളതിന്റെ നമുക്കൊരു സൂചന കിട്ടുന്നത് ഇതിൽ നിന്നാണ്. ഇപ്പൊ നമുക്കറിയാം ഭൂമിയുടെ ഒരു രീതി ഇത് എന്ന് പറയുന്നത്, നമ്മളിപ്പോ ക്രസ്റ്റ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒറ്റ പാളി പോലെ തോന്നുമെങ്കിലും അത് ഏതാണ്ട് 20ഓളം പ്ലേറ്റുകളായിട്ടാണ്, ഫലകങ്ങളായിട്ടാണ് വിഭജിച്ച് കിടക്കുന്നത്. ഒരു 13ഓളം മേജർ പ്ലേറ്റുകൾ, ഒരു 7 മൈനർ പ്ലേറ്റും ഉണ്ട്. മാത്രമല്ല ഈ പ്ലേറ്റുകളൊന്നും ഒറ്റയടിക്ക് നമുക്ക് ഇതിന്റെ ബൗണ്ടറികൾ കിട്ടിയിട്ടുള്ളതല്ല. മാത്രമല്ല ഈ ഫലകങ്ങളുടെയൊക്കെ മൂവ്മെന്റും പല രൂപത്തിലാണ്. അതിൽ തന്നെ പല വിട്ടുപോകുന്നുണ്ട്. ഇതിലുള്ള ഈ ചിത്രത്തിലെ ആരോ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് വിട്ടുപോകുന്ന ഫലകങ്ങളാണ്, ഡൈവേർജന്റ് ബൗണ്ടറിയാണ്. ഇത് ചേർന്ന് വരുന്ന കൺവേർജന്റ് ബൗണ്ടറിയാണ്. അത്തരത്തിലുള്ള ബൗണ്ടറികളാണുള്ളത്. മാത്രമല്ല ഇതിലൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടത് എന്താ വെച്ചാൽ, ഈ ബൗണ്ടറി മുഴുവൻ നമുക്ക് ഒറ്റയടിക്ക് കിട്ടിയിട്ടുള്ളതല്ല. കുറെയൊക്കെ തന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വലിയ രൂപത്തിലുള്ള വിവരം കിട്ടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് ഈ അന്തർവാഹിനികളൊക്കെ വലിയ രൂപത്തിലുള്ള സമുദ്ര അടിത്തട്ടിന്റെ ഡാറ്റ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത്. യുദ്ധവുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഹൈഡ്രോ കാർബൺ എക്സ്പ്ലോറേഷനുമായി ബന്ധപ്പെട്ടും. ഹൈഡ്രോ കാർബൺ നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്ലോറേഷൻ സമുദ്ര അന്തർഭാഗത്ത് നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു ഇതിനെപ്പറ്റി ധാരണ കിട്ടുന്നത്. പിന്നെ ഈ ബൗണ്ടറികൾ എങ്ങനെ എത്ര കൃത്യമായിട്ട് കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബൗണ്ടറികളിലൊക്കെ തന്നെ നമുക്ക് ഭൂകമ്പങ്ങളോ അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങളോ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ പസഫിക് മഹാസമുദ്രത്തെ ചുറ്റിയിട്ടാണ് ഏറ്റവും വലിയ അഗ്നിപർവ്വത ഇതുള്ളത്. അതിനെ നമ്മൾ പറയാം റിംഗ് ഓഫ് ഫയർ എന്നാണ്. സർക്കം പസഫിക് ബെൽറ്റ് അല്ലെങ്കിൽ റിംഗ് ഓഫ് ഫയർ എന്നാണ് പറയുക. അതുപോലെ ഇതിലൊരു ചെറിയൊരു ഭാഗം അവിടെ അതിന്റെ ബൗണ്ടറി ആണ് എന്ന് അറിയാമായിരുന്നെങ്കിലും പക്ഷെ അവിടെ നമുക്കൊരു ഒരു തരത്തിലുള്ള തെളിവ് ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ഭൂകമ്പമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഏതാണ്ട് 2012-ലോ 2013-ലോ ചിലിയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. അപ്പോഴാണ് ആ ബൗണ്ടറി പൂർത്തിയാവുന്നത്. അപ്പൊ അതുവരെ ശാസ്ത്രജ്ഞർക്ക് അറിയാമായിരുന്നു അവിടെ ഒരു സാധ്യത, അവിടെ ഒരു ബൗണ്ടറി ആണെന്ന് മാർക്ക് ചെയ്താൽ പോലും നമുക്ക് അവിടെ നിന്ന് അതിന് ബോധപരമായ ഒരു തെളിവും കിട്ടിയിരുന്നില്ല. അതിന്റെ കൊല്ലം എനിക്ക് ശരിക്കും ഓർമ്മയില്ല, 11-ഓ 12-ഓ ആണ് ആ സമയത്ത് ചിലിയിൽ ഒരു വലിയ ഭൂകമ്പം. അവിടെ ഒരു ഗ്യാപ്പ്, ഒരു ബൗണ്ടറി, നമ്മുടെ ചില ഫലകങ്ങൾ മാർക്ക് ചെയ്തതിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നത് അടച്ചു എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ഈ ഒരു ബേസിക് ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് തരത്തിലാണ് ഭൂമി പരിണമിച്ചത് എന്ന് വളരെ വലിയ ഇതിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് കുറച്ച് ഫാസ്റ്റായിട്ട് പോകേണ്ടി വരും. അപ്പോ ഇതാണ് അതിന്റെ ഒരു സ്ഥിതി. അതായത് നമ്മളിത് പഠിക്കുന്നത് ഭൂമിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഇതിൽ നിന്ന് നമ്മുടെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽ, ഉൽക്കാശിലകൾ, സെഡിമെന്റ്സ്, റോക്ക്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ചില സംഗതികളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ രണ്ടാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗം. അപ്പൊ ഇതിന്റെ ഒരു മഹാവിസ്ഫോടന സിദ്ധാന്തം ഒന്നും ഞാൻ പറയുന്നില്ല. ടൈറ്റസ് സാർ ഇന്നലെ വളരെ കൃത്യമായിട്ടല്ല, വളരെ വിശദമായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് വിശദീകരിച്ച് തന്നതാണ്. അപ്പൊ ഈ ബിഗ് ബാങ് ആണ് ഇതിന്റെ തുടക്കം എന്നുള്ളത് ഇപ്പം ഏതാണ്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച്, മാത്രമല്ല സാർ ഇന്നലെ സൂചിപ്പിച്ച ഈ വികിരണങ്ങളൊക്കെ തന്നെ സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ടാണ്. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന, വിദൂരത്തിൽ നിന്ന് വരുന്ന സ്പെക്ട്രത്തെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഏത് തരത്തിലുള്ള, എവിടെ നിന്നാണ് അത് വരുന്നത്, ഏത് വാതകത്തിലൂടെ അത് കടന്നു പോയിട്ടുണ്ട്, ഏതൊക്കെ ഭാഗം ഇതിന്റെ അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഗതി വെച്ചിട്ടാണ് നമുക്ക് ഇത് എവിടുന്നാണ്, ഇത് എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ നമ്മൾ പറയുന്നത്. മാത്രമല്ല ഇപ്പൊ നമ്മുടെ റിമോട്ട് സെൻസിങ്ങിന് ഉപയോഗിക്കുന്നത് ഏതാണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം തന്നെയാണ്. അതിന് വേറെ അതിൽ മാത്രമല്ല അതിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ചില പ്രത്യേകതകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഏതൊക്കെ ആറ്റംസ് ഇതിനെ കടത്തിവിടും, ഏതൊക്കെ വാതകങ്ങൾ ഇതിനെ അബ്സോർബ് ചെയ്ത് വെക്കും, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഭൂമിയെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഇടുന്ന മറ്റേ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇതേ ടെക്നിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞ ഇതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇതിന്റെ പറഞ്ഞ നില സാറ് സൂചിപ്പിച്ച സംഗതികളാണ്. ഇതിന്റെ തരംഗദൈർഘ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ നമുക്ക് ഇതിന്റെ ഒരു ദൂരം കണക്കാക്കാം. അങ്ങനെ പല സംഗതികളുണ്ട്. സാർ ഇന്നലെ സൂചിപ്പിക്കുകയല്ല, സാർ വിശദമായിട്ട് പറഞ്ഞ റെഡ് ഷിഫ്റ്റ് ആണ്. നമ്മുടെ നേരെ വരുന്ന സമയത്ത് ശബ്ദം കൂടി വിട്ടുപോകുന്ന സമയത്ത് ഇതാണ്. അപ്പൊ ഇതിൽ ഈ റെഡ് ഷിഫ്റ്റ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ചിത്രമാണിത്. വേറെ ഒന്ന് സാർ ഇന്നലെ സൂചിപ്പിച്ച കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ആണത്. അതും അതിനെ പറ്റിയിട്ടും നമുക്ക് മനസ്സിലായിരുന്നു. പിന്നെ ഇപ്പൊ അത് പറഞ്ഞിട്ടുള്ളത് ആദ്യം എന്താന്ന് പിടികിട്ടിയിരുന്നില്ല, പിന്നെയാണ് ഇതൊരു കോസ്മിക് റേഡിയേഷൻ, ബിഗ് ബാങ്ങിന്റെ ഒരു പ്രതിധ്വനി പോലെ ഇപ്പൊ ബാക്കി കിടക്കുന്ന ഒരു സംഗതിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. വേറൊന്ന് നക്ഷത്രം. ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് സൗരയൂഥം ഉണ്ടായി എന്നുള്ളത് ആവണമെങ്കിൽ നമുക്ക് നക്ഷത്രം എങ്ങനെ പരിണമിക്കുന്നു, എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ മരിച്ചു പോകുന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യത്തിൽ മഹാവിസ്ഫോടനം വഴി ആദ്യം ഉണ്ടാവുന്നത് മറ്റേ അവിടെ സംഗീത ടീച്ചർ കാണിച്ച ഇത് ഓർക്കുന്നുണ്ടാവും, നമ്മുടെ മെന്റലി എഫിന്റെ ആവർത്തന പട്ടിക. പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ
കുറച്ച് മൂലകങ്ങളാണ് ആദ്യം ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈഡ്രജൻ, ഹീലിയം, അതുപോലെ ലിഥിയം, ബെറിലിയം, അതുപോലെ 1, 2, 3, 4 അറ്റോമിക് നമ്പറുള്ള ഇവയൊക്കെയാണ് ഇതിൽ ആദ്യം ഉണ്ടാകുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈഡ്രജനും ഹീലിയമാണ്. അതിന്റെ കൂടെ കുറച്ച് ചെറിയ ആദ്യത്തെ മൂലകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ബാക്കി മൂലകങ്ങൾ എവിടുന്നാണ്, ഭാരമേറിയ മൂലകങ്ങൾ എവിടുന്ന് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നക്ഷത്രത്തിന്റെ പരിണാമത്തിന് വലിയ റോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ അതിന്റെ ഈ കാണിക്കുന്ന ഒരു ചിത്രത്തെ കുറിച്ച് ഇതിലൊരു കെമിസ്ട്രിയോ ഫിസിക്സോ ഒക്കെയാണ് അത് സംഗതി. അതിനെപ്പറ്റി ഞാനതിന്റെ അതിന്റെ ഒരു ഭാഗമായിട്ട് എടുത്തിട്ടു എന്നുള്ളതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞുതരാൻ എനിക്കറിയില്ല. പക്ഷെ ഇതെന്താ അതിൽ കാണിച്ചിട്ടുള്ളത് വെച്ചാല് ഇതിൽ ഓരോ കളറുകളും, ഇതിലിപ്പോ ഈ നീല കളർ എന്ന് പറയുന്നത് ബിഗ് ബാങ് വഴി ആദ്യത്തെ ബിഗ് ബാങ്ങിൽ തന്നെ ഉണ്ടായിട്ടുള്ള മൂലകങ്ങളാണ്. എവിടെയൊക്കെ ഈ കളർ പീരിയോഡിക് ടേബിളിൽ ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നുണ്ടോ അതൊക്കെ തന്നെ ബിഗ് ബാങ് വഴി രൂപം കൊണ്ടതാണ്. നേരെ മറിച്ച് ഈ പച്ച കളറിൽ കാണുന്നതൊക്കെ തന്നെ എന്താണെന്ന് വെച്ചാൽ ലാർജ് അല്ലെങ്കിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള, പച്ച കളർ കാണുന്നത് ലാർജ് സ്റ്റാർസ് എന്നാണ് അതിൽ മാർക്ക് ചെയ്യുന്നത്. മഞ്ഞ കളർ കാണുന്നത് ചെറിയ നക്ഷത്രങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അതുപോലെ ഒരു ഡോളർ ചിഹ്നം കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെ സൂപ്പർനോവ എക്സ്പ്ലോഷന്റെ ഭാഗമായിട്ട് സാർ സൂചിപ്പിക്കില്ല, സാർ വിശദീകരിച്ച സൂപ്പർനോവ എക്സ്പ്ലോഷൻ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് സാർ വിശദീകരിച്ചിരുന്നത്. ആ സൂപ്പർനോവ എക്സ്പ്ലോഷന്റെ ഒക്കെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ സൂപ്പർനോവ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് ഈ കളറിലുള്ള അതൊരു റോസ് അല്ലെങ്കിൽ ഒരു പിങ്ക് റെഡ് ഈ ഒരു ചിത്രം. അതുപോലെ തന്നെ ഈ വയലറ്റ് ആയിട്ടുള്ള കാണിച്ചിട്ടുള്ള മൂലകങ്ങൾ മുഴുവനും എന്താണ്, സിന്തറ്റിക് ആണ് അല്ലെങ്കിൽ മാൻമെയ്ഡ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ, അതായത് മുഴുവനായിട്ടും ബിഗ് ബാങ്ങിൽ നിന്ന് വന്നതല്ല, പല പ്രോസസ്സുകൾ അല്ലെങ്കിൽ വലിയ ഒരു പ്രോസസ്സ് ഇതുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഈ ഒരു ഇത് കോസ്മിക് റേസിലും കിട്ടുന്നത് ലിഥിയം, ബെറിലിയം ഒക്കെ തന്നെ സി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള മിനറൽസ്, ബോറോൺ വരെയുള്ളത് കോസ്മിക് റേസിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ അതായത് നമ്മുടെ മൂലകങ്ങൾ മുഴുവൻ ഉണ്ടാകുന്ന പല പ്രോസസ്സിലൂടെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ 3, 4 ആദ്യത്തെ ഇതിന് മാത്രമാണ് ബിഗ് ബാങ് ഉത്തരവാദി. ബാക്കി പല പ്രോസസ്സിലൂടെ, അതായത് ഇതിന്റെ ഒരു പരിണാമത്തിലൂടെ ഉണ്ടായി വന്നതാണ് എന്നുള്ളതാണ്. ഇനി അതിന്റെ കൂടുതൽ വിശദാംശത്തിൽ നക്ഷത്രത്തിന്റെ ജനനം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സൗരയൂഥം ഉണ്ടായതിന്റെ ഒരു സംഗതിയാണ് ഈ പറഞ്ഞ ബിഗ് ബാങ്ങിൽ നിന്ന് വന്ന് പിന്നെ വലുതായി പോയിട്ട് ഇത് ചെയ്തിട്ടുള്ള നെബുല എന്ന് പറയുന്നത് ഒരു വാതക പടലമാണ്. അപ്പൊ ഇതിൽ നിന്നുള്ള വാതകങ്ങളും പൊടി ഇതിന്റെയൊക്കെ തന്നെ ഇതൊക്കെ കൂടി തണുത്ത ഐസ് ഉണ്ടാവുന്നുണ്ട്, വാട്ടർ വേപ്പർ, ഇതെല്ലാം കൂടി ഇതായിട്ട് ഇതിൽ നിന്ന് ഇതിങ്ങനെ ഒരു ഡിസ്ക് ആയിട്ട് വെറുതെ നിൽക്കില്ല, ഇതിങ്ങനെ കറങ്ങുകയാണ്. അപ്പൊ ഇതിലെ കറക്കത്തിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട് വെച്ചാൽ ഇതിലൊരു നക്ഷത്ര സ്ഫോടനം, അല്ലെങ്കിൽ ഇതിലുള്ള ഈ മൂലകങ്ങൾ ഇങ്ങനെ ഘനീഭവിച്ച് ഈ ഡിസ്ക് മുഴുവനായിട്ടാണ് കറങ്ങുന്നത്, ഒറ്റയ്ക്കല്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ സെന്ററിലേക്ക് അതിന്റെ ഒരു ഗുരുത്വാകർഷണ ബലം കൊണ്ട് അതിന്റെ സെന്ററിൽ ഒരു പുതിയ നക്ഷത്രം ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട സൗരയൂഥത്തിന്റെ സോളാർ നെബുല കറങ്ങി അതിന്റെ എപ്പോഴോ ഒരു പ്രോസസ്സിലാണ് സൂര്യൻ ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു മൊത്തം കറങ്ങുന്ന സ്പിന്നിങ് വേൾപൂൾ അതിന്റെ കേന്ദ്രത്തിലാണ് ഈ പദാർത്ഥത്തെ കേന്ദ്രീകരിക്കുന്നത്. മാത്രമല്ല അങ്ങനെ വർദ്ധിച്ചു വരുന്ന ഗുരുത്വാകർഷണ ബലം എന്ത് വെച്ചാൽ ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ഇത് കൂടുതൽ മാസ് ഇതിലേക്ക് കയറി വരും. ഇത് നമ്മൾ ഒരുപാട് കാണുന്ന ഈഗിൾ നെബുലയാണ് സൃഷ്ടിയുടെ തൂൺ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നെബുലാർ സിദ്ധാന്തം പറയുന്നതാണ് ഭൂമിയുടെ സൗരയൂഥം നമ്മുടെ സൂര്യന്റെ അതേ സമയത്താണ്, അല്ലെങ്കിൽ സൗരയൂഥത്തിന്റെ ഭാഗമാണ് സൂര്യൻ, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പൊ ഈ നേരിയ മൂലകങ്ങളാണ് അതിൽ ആദ്യമുള്ളത്, പൊടിപടലത്തിന്റെ ഭാഗമായിട്ട് അതിനെ നെബുല എന്നാണ് പറയുന്നത്. ഇതിൽ ഈ നെബുല അതിന്റെ അടുത്ത സ്റ്റേജ് എന്താ വെച്ചാൽ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക് എന്നാണ് പറയുന്നത്. പ്ലാനറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നത്തെ ഒരു ഡിസ്ക് ഫോമിലേക്ക് മാറുകയാണ്. ആദ്യം ഒരു വാതക പടലമായിട്ട് ഏതാണ്ട് ഇപ്പൊ നമ്മുടെ ഈ ന്യൂനമർദ്ദമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിത്രങ്ങൾ കാണുന്നില്ലേ നമ്മുടെ മേഘത്തിന്റെ, അതാണ് നെബുലയായിട്ട് തുടങ്ങുന്നത്. പിന്നെ അതൊരു വാതക പടലമായ ഒരു ഡിസ്കിന്റെ ഷേപ്പിലേക്ക് മാറുകയാണ്. പിന്നെ അതൊരു ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളിലുള്ള നക്ഷത്രം അടങ്ങുന്ന ഒരു സൗരയൂഥമായിട്ട് മാറുകയാണ്. മാത്രമല്ല അപ്പൊ അതിന്റെ കേന്ദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ ശേഖരിക്കപ്പെട്ടത്. അത് 99% സൂര്യൻ തന്നെ ആയി തീരുവാണ്. ഇനി ഇതിൽ വലിയൊരു ക്രമീകരണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വേർതിരിവ് നടക്കുന്നുണ്ട്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ താപനില അതിന്റെ സെൻട്രൽ ഭാഗത്ത്, അല്ലെങ്കിൽ സൂര്യനോട് അല്ലെങ്കിൽ ഇതിന്റെ കേന്ദ്രത്തോട് അടുത്ത ഭാഗത്ത് താപനില വളരെ കൂടിയതായിരുന്നു. അപ്പൊ അവിടെ എന്തിനെ നിൽക്കാൻ പറ്റുള്ളൂ വെച്ചാൽ ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ലോഹങ്ങൾ, അതുപോലെ സിലിക്കേറ്റ് ധാതുക്കൾ, ഇതൊക്കെയാണ് അവിടെ ഘനീഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യ ഭാഗം ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ റോക്കി പ്ലാനറ്റ്സ് ആയിട്ട് മാറാനുള്ള സംഗതി എന്ന് പറയുന്നത്. മാത്രമല്ല സൂര്യനിൽ നിന്ന് അകന്നു പോകുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ അവിടെ താപനില കുറഞ്ഞു വരും. അപ്പൊ അവിടെ എന്തുണ്ടായിട്ടുണ്ട് വെച്ചാൽ മീഥൈൻ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, വെള്ളം തുടങ്ങിയിട്ടുള്ള ഭാരം കുറഞ്ഞ, വെള്ളം എന്ന് പറയുന്നത് വാട്ടർ വേപ്പറാണ്, വാതക തന്മാത്രകളുടെ സാന്ദ്രീകരണം നടക്കുകയാണ്. അപ്പൊ ഈ ഒരു താപനില വ്യത്യാസമാണ് സത്യം പറഞ്ഞാൽ സൗരയൂഥത്തിനുള്ളിലെ 4 ഗ്രഹങ്ങള് റോക്കി പ്ലാനറ്റ്സും 4 ഗ്രഹങ്ങള് മറ്റേ ഗ്യാസ് ജയൻസുമായി മാറാനുള്ള കാരണം.
ഇനി ഈ പാറയും വാതകമുള്ള ഗ്രഹങ്ങൾക്കും ഒരേ ഒരു സമാനമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ട്. അതായത് പലരും ഒരേ പോലെ ആണെങ്കിൽ പോലും അതിനൊരു മാതൃക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഡിസ്കിൽ പൊങ്ങിക്കിടക്കുന്ന പൊടിപടലങ്ങളൊക്കെ കൂടി ഇതിലുള്ള ഇലക്ട്രിക് സ്റ്റാറ്റിക് ചാർജുകൾ ഒടുവിൽ ഗുരുത്വാകർഷണം കൊണ്ടും ആകർഷിക്കപ്പെടും. പിന്നെ ഈ പൊടിപടലങ്ങളൊക്കെ വലുതായി അത് പരസ്പരം ഇടപഴകി കൂട്ടിയിടിച്ച് ഒട്ടിപ്പിടിച്ച് പ്രോട്ടോ ഗ്രഹങ്ങൾ രൂപപ്പെടും. പിന്നെ ഈ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിലെ ചെറിയ ചെറിയ പ്രോട്ടോ പ്ലാനറ്ററി ബോഡീസ്, പ്ലാനറ്റെസിമൽസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. പ്ലാനറ്റെസിമൽസ്, ഈ പ്ലാനറ്റെസിമൽസ് കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗ്രഹങ്ങളായിട്ട് മാറുന്നത്. അപ്പൊ ശിലകളും വാതകങ്ങളും ഉള്ള ഗ്രഹങ്ങൾ എവിടുന്ന വെച്ചാൽ ഒരു ഖരത്തിന്റെ ഒരു സോളിഡ് കോറിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആ ശില നമ്മുടെ റോക്കി പ്ലാന്റ്സ്, ഭൂമി പോലുള്ള ഭാഗങ്ങൾ ആ കാമ്പിലേക്ക്, ആ കോറിലേക്ക് കൂടുതൽ കൂടുതൽ മെറ്റീരിയൽ ചേർക്കുകയാണ്. പക്ഷെ അതേസമയം വാതക ഗ്രഹങ്ങൾ ഇപ്പൊ ഇവിടെ വ്യാഴം ശനിക്കൊക്കെ കിട്ടിയിട്ടുള്ള എന്താണ്, അത് നിൽക്കുന്ന ഭാഗത്ത് ഉള്ളത് വാതകം, ഗ്യാസും ആണ്, അതുപോലെ തന്നെ ഐസും ആണ്. വാതകമാണ് ശനിയിലും വ്യാഴത്തിലും ശനിയിലൊക്കെ ഉള്ള കൂടുതലുള്ളതെങ്കിൽ കുറച്ചും കൂടി പിന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ബാക്കിൽ അല്ലെങ്കിൽ ഇതിന്റെ പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ ഐസാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വേർതിരിവിനുള്ള ഒരു കാരണം. ഓക്കെ. വാതക ഭീമന്മാരുടെ ഗ്രഹഘടന ശിലാഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ ഇനി ഇതിന്റെ ഇതിലേക്ക് കൂടുതൽ പോകുന്നില്ല, ഞാനൊന്ന് സ്പീഡിൽ പോവുകയാണ്. മാത്രമല്ല ഇതിൽ വ്യാഴം വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. വ്യാഴം വലിയതായി തീർന്നുകൊണ്ട് തന്നെ ഭീമമായ ഗുരുത്വാകർഷണം ഉണ്ട്. അപ്പൊ അതിന്റെ സൗരയൂഥത്തിന്റെ മൊത്തം ഇതിനെയും അതുപോലെ തന്നെ ഉള്ളിലുള്ള ആന്തരിക ഗ്രഹങ്ങളുടെ വളർച്ചയും കൂടുതൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. നെബുല ഗ്രഹങ്ങളായി മാറാൻ തുടങ്ങിയപ്പോൾ എന്താ വെച്ചാൽ വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണം അടുത്തുള്ള വസ്തുക്കളുടെ ചലനത്തെ ത്വരിതപ്പെടുത്തി പദാർത്ഥങ്ങളെ ക്രിയാത്മകമായിട്ട് കൂട്ടിച്ചേർക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട് വെച്ചാൽ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഗുരുത്വാകർഷണം വരുന്ന സമയത്ത് കൂട്ടിയിടികളും ഉണ്ടാവുന്നുണ്ട്, ബോmbardment വരുന്നുണ്ട് ഈ മെറ്റീരിയലിന്. മാത്രമല്ല ഈ കൂട്ടിയിടി കാരണം എന്തുണ്ടായി വെച്ചാൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയ്ക്ക് ഒരു ഗ്രഹം കൂടി രൂപപ്പെടുമായിരുന്നു. പക്ഷേ ഈ വ്യാഴത്തിന്റെ വലിയ രൂപത്തിലുള്ള ഈ ഒരു ഗുരുത്വാകർഷണം കൊണ്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ അവിടെയാണ് പൂർത്തിയാവാത്ത ഒരു ഗ്രഹം. അതിന്റെ ഒരു ഇതാണ് ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു എന്താ പറയുക മീറ്റിയോറൈറ്റ് ബെൽറ്റ്, ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് നമ്മൾ പറയുന്ന ചിഹ്നഗ്രഹങ്ങളുടെ വലയം. ആസ്ട്രോയിഡ് എന്ന് പറയുന്ന ചിഹ്നഗ്രഹമാണ്. നമ്മളിടയ്ക്ക് നമ്മുടെ ഭൂമിക്ക് നേരേക്ക് വരുന്ന ഇതിനെ തിരിച്ചുവിടുന്നതും സിനിമകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ചിഹ്നഗ്രഹ വലയം എന്ന് പറയുന്നത് ഈ ഭൂമിക്കും ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയ്ക്ക് ഉണ്ടാവാനുള്ള കാരണം ഈ ഒരു വ്യാഴത്തിന് അതിന് നല്ല റോൾ ഉണ്ട്. മാത്രമല്ല നമുക്ക് കിട്ടുന്ന ഉൽക്കകളുടെ ഒക്കെ തന്നെ ഉറവിടം ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ സൗരയൂഥത്തിന്റെ ഏറ്റവും പുറത്തുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്ന ക്യൂപ്പർ ബെൽറ്റ് എന്നാണ്, QUPER, ക്യൂപ്പർ ബെൽറ്റ് എന്നാണ്. അതിനപ്പുറത്താണ് ഈ ഒരു ഐസ് പാളി അല്ലെങ്കിൽ മഞ്ഞ് പാളികൾ മൂടി കിടക്കുന്ന ഊർട്ട് ക്ലൗഡ് എന്ന് പറയുന്ന ഊർട്ട് മേഘം ഉള്ളത്. ഈ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഈ കോമറ്റ്സ്, ധൂമകേതുക്കളൊക്കെ തന്നെ രൂപപ്പെടുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ്, ക്യൂപ്പർ ബെൽറ്റിൽ നിന്നും അതുപോലെ തന്നെ ഊർട്ട് മേഘത്തിൽ നിന്നും. മാത്രമല്ല സൗരയൂഥത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ കാണുന്ന വസ്തുക്കൾക്ക് ക്രമരഹിതമായ പരിക്രമണ പഥങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ തോന്നിയ പോലെയായിട്ട് വരുന്നത്. മാത്രമല്ല പ്ലൂട്ടോ നമ്മൾ ഒഴിവാക്കിയതായിട്ട് നമുക്കറിയാം. പ്ലൂട്ടോനെ ഇപ്പൊ നമ്മളൊരു കുള്ളൻ ഗ്രഹമായിട്ടാണ് പരിഗണിക്കുന്നത്. അതിന്റെ കാരണം കൂടി ഇവിടെ പറയുന്നു. പ്ലൂട്ടോനേക്കാൾ പിണ്ഡമുള്ള ഒരു ഇന്റർനാഷണൽ ജിയോഫിസിക്കൽ യൂണിയൻ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ കണ്ടെത്തിയിരുന്നു. അതിനെ എറിസ് എന്നാണ് പേരിട്ടത്. പക്ഷേ എറിസിനെ ഒരു ഗ്രഹമായി ഉൾപ്പെടുത്തേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പൊ പ്ലൂട്ടോനെ ഒഴിവാക്കി. അപ്പൊ ഒരു ഗ്രഹത്തിനെ അല്ല ഒരു ഗ്രഹമായി പരിഗണിക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒരു ബോഡിക്ക് 3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, ഗുരുത്വാകർഷണ ബലങ്ങൾ ഉണ്ടാവാൻ അത്യാവശ്യമായിട്ടുള്ള അത്രയും മാസ് അതിന് വേണം. 2, സംയോജനം സൃഷ്ടിക്കാൻ പര്യാപ്തമല്ല എന്നുള്ളതായിരുന്നു. മൂന്നാമത്തത്, സ്വതന്ത്രമായ ഒരു ഭ്രമണത്തിലായിരിക്കാൻ ആവശ്യമായ വലുപ്പം വേണം. പ്ലൂട്ടോയെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ആദ്യത്തെ 2 കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷെ മൂന്നാമത്തത് എന്തില്ല, സാറ്റിസ്ഫൈ ചെയ്തില്ല. അങ്ങനെയാണ് പ്ലൂട്ടോനെയും എറിസിനെ പ്ലൂട്ടോനെ ഒഴിവാക്കുന്നത്, എറിസിനെ കൊടുക്കാതിരിക്കുകയും ഇപ്പൊ അതിനെ ഡ്വാർഫ് പ്ലാനറ്റ്, കുള്ളൻ ഗ്രഹമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു സൗരയൂഥത്തിന്റെ ഒരു ഇതും ഈ ഗ്രഹങ്ങളുടെ ഒരു വേർതിരിവും. ഇനി നമ്മൾ ഭൂമിയുടെ ഒരു പരിണാമത്തിലേക്ക് കടക്കുകയാണ്. ഭൂമിയുടെ പരിണാമത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഭൂമിയുടെ കാലഗണന, ഭൂമി ഉണ്ടായിട്ട് ഇന്ന് വരെയുള്ളതിനെ നമ്മൾ ഒരു ടൈം സ്കെയിലാക്കി മാറ്റുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ പരിഷത്തേരൊക്കെ ഒരു വായിച്ചിട്ടുണ്ടാകും ഇവിടെ കാൾ സാഗന്റെ അല്ലെങ്കിൽ ഒരു കോസ്മിക് കലണ്ടർ ലൂക്ക പല പ്രാവശ്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാളത്തിൽ. അപ്പൊ അതൊന്നും ആലോചിച്ചാൽ മതി. അതിൽ എങ്ങനെയാണ് ഒരു 24 മണിക്കൂർ, 12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം, 24 മണിക്കൂറുള്ള ഒരു ദിവസത്തെ നമ്മളിങ്ങനെ വിശദീകരിച്ച് പോകുന്ന സമയത്ത് മനുഷ്യൻ എവിടെ, പക്ഷികൾ എവിടെ, സസ്തനികൾ എവിടെ എന്ന് വരുന്നത്. അത് അത്തരത്തിലുള്ള ഈ ഇടതു ഭാഗത്ത് കാണുന്നത് ഒരു ജിയോളജിക് ക്ലോക്കാണ്. അത് അതിൽ കാണിച്ചിട്ടുള്ള ആദ്യത്തെ 4.6 ബില്യൺ വർഷം മുമ്പ്. ഈ GA എന്ന് പറയുന്നത് ബില്യൺ ഇയേഴ്സ്, BY എന്നതിന്റെ വേറൊരു രൂപമാണ്. അതായത് നമ്മൾ ജിഗ ആനം എന്നതിന്റെ ചുരുക്കമാണ് ഈ GA. അതായത് BY ബില്യൺ ഇയേഴ്സ് എന്ന് എഴുതുന്നത് തന്നെയാണ് അത്. അപ്പൊ അവിടെയാണ് 4.6 ജിഗ ആനത്തിലാണ് നമ്മുടെ ചന്ദ്രൻ ഉണ്ടാവുന്നത്. 4550 ദശലക്ഷം വർഷം മുമ്പാണ്
ഭൂമി ഉണ്ടാവുന്നത്. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് അതിന്റെ ഓരോ കാലഘട്ടവും പറയുകയാണ്. 4 ജിഗായനം വരെ ഹേഡിയൻ ഇയോൺ ആണ്. പിന്നെ 2.5 വരെ 4 മുതൽ 2.5 ജിഗായനം ബില്യൺ ഇയേഴ്സ് വരെ ആർക്കിയൻ ആണ്. അവിടുന്ന് അങ്ങോട്ട് ഒരു 541, 42 ഇതുവരെ നമ്മുടെ പ്രോട്ടോസോയിക് ആണ്. അവിടുന്ന് ഇങ്ങോട്ട് ഫെനറോസോയിക് ആണ്. ഫെനറോസോയിക് മഹാകൽപ്പം, അതിലുള്ള യുഗങ്ങളാണ് പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക് എന്ന് പറയുന്നത്. ഇതിനെ ഒരു ടൈം സ്കെയിലായിട്ട് പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ഇതിൽ ഈ പറയുന്ന കാലം കുറച്ച് പ്രധാനപ്പെട്ടതാണ് ഓരോന്നും. എന്നുവെച്ചാൽ നമ്മൾ ഇനി കാണുന്നത് ഓരോ പ്രത്യേക കാലത്തും എന്ത് സംഭവിച്ചു, പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ എന്താണ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സംഗതി ഒന്ന് മനസ്സിലുണ്ടായാൽ മതി. ജിയോളജിക് ടൈം സ്കെയിൽ ഇതിനെ വെച്ചുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ആദ്യത്തെ ജീവനോ ഒന്നുമില്ലാത്തൊരു ഇരുണ്ട കാലമാണ് ഈ ഹേഡിയൻ എന്ന് പറയുന്നത്. അതിന് അപ്പുറത്താണ് വലിയ പാറകളും ഇപ്പൊ നമുക്ക് ഭൂഖണ്ഡത്തിന്റെ ഭാഗങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആർക്കിയൻ ഭാഗമുള്ളത്. അത് കഴിഞ്ഞ് പ്രോട്ടോസോയിക്, അത് കഴിഞ്ഞിട്ട് ഫാനറോസോയിക്കിന്റെ വിവിധ പീരീഡ് എറകളാണ്, അല്ലെങ്കിൽ യുഗങ്ങളാണ് എറ എന്ന് പറയുന്നത്. അതിലെ പല പീരീഡുകളാണ് കാംബ്രിയൻ, ഒഡോഷ്യൻ, സൈലൂറിയൻ, ഡെവോണിയൻ, മിസിസിപ്പിയൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു ടൈം സ്കെയിലിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി ഭൂമിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ എപ്പോ ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ഹേഡിയൻ ഇയോൺ എന്ന് പറയുന്ന 4.6 മുതൽ 4 വരെയുള്ള ഒന്നും പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവാത്ത, കൂടുതൽ കാര്യങ്ങളൊന്നും തെളിവുകളൊന്നും അവശേഷിപ്പിക്കപ്പെടാത്ത ഒരു കാലമാണ്. അതിന് ഹേഡിയൻ എന്ന് പേര് കൊടുക്കുന്നത് എന്താ വെച്ചാൽ പാതാളദേവനാണ്. ഗ്രീക്ക് പുരാണങ്ങളിലെ പാതാളദേവനായിട്ടുള്ള ഹേഡിസിന്റെ പേരിലാണ് അത് ഉള്ളത്, ഹേഡിയൻ ഇയോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ കുറച്ചും കൂടി വിശദമായിട്ട് പോകുമ്പോൾ അതിലുള്ള കാര്യങ്ങൾ ഇതിലൂടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിന്റെ മുഴുവൻ കാര്യങ്ങളും വായിക്കുന്നില്ല. കുറച്ച് ഭാഗം 4.5 ബില്യൺ വർഷം മുമ്പ്, അല്ലെങ്കിൽ 4500 ദശലക്ഷം വർഷം മുമ്പ് നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന നമ്മുടെ ആകാശഗംഗ എന്ന് പറയുന്ന നമ്മുടെ ഗാലക്സി മറ്റൊരു ഗാലക്സിയുമായി കൂട്ടിയിടിച്ചിട്ട് നക്ഷത്രങ്ങളുടെ രൂപീകരണം വേഗത്തിലാവുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സൗരയൂഥം അതിന്റെ മിൽക്കി വേയുടെ ഭാഗമാണ്. അപ്പൊ സൗരയൂഥത്തിനുള്ളിൽ ദ്രവ്യത്തിന്റെ ചുറ്റിത്തിരിയൽ കൂടി വരുന്നുണ്ട്. മാത്രമല്ല പുറംഭാഗത്ത് ജലത്തിന്റെ ബാഷ്പീകരണം നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മാസിന്റെ മൊത്തം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതുവഴി ജലാംശത്തിന്റെ അടിസ്ഥാനത്തിൽ കണികകൾ എന്ത് ചെയ്യുന്നുണ്ട്, സോണേഷൻ നടക്കുന്നുണ്ട്. കണികകൾ ജലമുള്ള ഭാഗം, ഇല്ലാത്ത ഭാഗം. മാത്രമല്ല സൂര്യന് ചുറ്റും ഉയർന്ന സാന്ദ്രതയുള്ള പദാർത്ഥങ്ങളുടെ കേന്ദ്രീകരണം നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്താണ് ഏതാണ്ട് ഒരു ബൈനറി സ്റ്റാർ ഹൈപ്പോത്തിസിസ് ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അതായത് ഭൂമിയുടെ മേൽ വന്നിട്ട് ആ സമയത്ത് വന്നിടിച്ച വേറൊരു സ്റ്റാർ, വേറൊരു നക്ഷത്രം വന്നിടിച്ചിട്ടാണ് ചന്ദ്രൻ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മളിപ്പോ പറയുന്നത്. അതിന്റെ ഒരു കാരണം നമ്മുടെ ചന്ദ്രനിൽ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മുഴുവൻ ഭൂമിയുടെ പുറംപാളിയിൽ ലഭ്യമായിട്ടുള്ള ലൈറ്റ് മെറ്റീരിയൽസ് ആണ്. ധാതുക്കളൊക്കെ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള കനം കുറഞ്ഞ മെറ്റീരിയൽ ആണ്. അപ്പൊ അങ്ങനെ വേർതിരിഞ്ഞ് പോയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഒക്കെ കൂടി സോളിഡിഫൈ ചെയ്തിട്ടാണ് ചന്ദ്രൻ ഉണ്ടായത് എന്നാണ് നമ്മൾ പറയുന്നത്. ചന്ദ്രന്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മൾ പറയുക ടൈഡലി ലോക്ക്ഡ് എന്നാണ് പറയുന്നത്. ചന്ദ്രൻ ഭ്രമണം ചെയ്യുമ്പോൾ ഒരു വശം എപ്പോഴും ഭൂമിയിലെ അഭിമുഖീകരിക്കും, മറ്റേ ഭാഗം നമുക്കൊട്ട് കിട്ടൂല. നമ്മുടെ ഫാർ സൈഡാണ് അത് എപ്പോഴും. അപ്പോ നമുക്ക് ഇതിൽ നിന്നുള്ള അപ്പോളോ മിഷനൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പാറകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ഇതിന്റെ ഒരു ഐസോടോപ്പ് റേഷ്യോസ്, രാസഘടന, കെമിക്കൽ കോമ്പോസിഷൻ ഒക്കെ തന്നെ ഭൂമിയിലുമായി ബന്ധപ്പെട്ടതിന് വളരെ വലിയ രൂപത്തിൽ ഇതിന് പങ്കുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഹൈപ്പോത്തിസിൽ എത്തിക്കുന്നത്. രാസപരമായിട്ട് ഇതിനൊരു കോമ്പോസിഷൻ വരുന്നത് രണ്ടും ഒപ്പം രൂപപ്പെട്ടതാണെങ്കിൽ അത്തരത്തിൽ വിശദീകരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ സൗരയൂഥത്തിലെ മറ്റു വസ്തുക്കളോ ഉൽക്കാശിലകളോ ആയിട്ട് ചന്ദ്രന്റെ നിന്ന് കിട്ടിയിട്ടുള്ള ശിലകൾക്ക് ഒരു താരതമ്യം ഇല്ല. പക്ഷെ അത് നമ്മുടെ ക്രസ്റ്റിലെ മെറ്റീരിയലുമായിട്ട് കുറെ കൂടി താരതമ്യം അല്ലെങ്കിൽ സാമ്യം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ 4.37 മുതൽ 4.2 ബില്യൺ വർഷം മുമ്പാണ്. ഇതൊക്കെ ആലോചിക്കേണ്ടത് 4370 ദശലക്ഷം വർഷം തൊട്ട് 4200 ദശലക്ഷം വർഷം മുമ്പ് വരെ ആണ് ഈ ഒരു അന്തരീക്ഷവും സമുദ്രവും ഉണ്ടാവുന്നുണ്ട്. അന്തരീക്ഷത്തിലെ ജലബാഷ്പം മഴ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് സമുദ്രം ഉണ്ടാവുന്നുണ്ട്. അന്തരീക്ഷ മർദ്ദം വളരെ താഴ്ന്നു കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നുണ്ട്. ജലസമുദ്രത്തിന് മുകളിലായിട്ട് അത് 2 തരത്തിലുള്ള ഒരു ലെയറിങ് അവിടെ നടക്കുന്നുണ്ട്. 2 തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഒരു ഘട്ടത്തിൽ ഭൂമിക്ക് ഉണ്ടായിരുന്നു. ആദ്യം ഒരു ജലത്തിന്റെ ഒരു സമുദ്രം, അതിനു മേലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അന്തരീക്ഷം, ഒരു സമുദ്രം എന്ന് പറയാവുന്ന രൂപത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് സംഭവിക്കുന്നുണ്ട് വെച്ചാൽ ശിലകളുമായി സംയോജിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വലിയ രൂപത്തിൽ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് സമുദ്രം എന്ന് പറയുന്നത് വെച്ചാൽ വളരെ വലിയൊരു വിഷം എന്ന് പറയുന്നത് വളരെ ഡെൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് അതിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത്. ലോഹങ്ങളുടെ സാന്നിധ്യം കൂടുതലുള്ളതാണ്. അപ്പൊ ജീവൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ആ സമയത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല നമുക്ക് മനസ്സിലായിട്ടുള്ള എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് ഒക്കെ ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഉണ്ടായത് എന്നുള്ളൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെയല്ല.
ഭൂമിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്രയും വലിയ രൂപത്തിൽ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രൂപത്തിലല്ലേ ഫലകങ്ങളുടെ സഞ്ചാരമെങ്കിലും എന്തുണ്ടായിട്ടുണ്ട് വെച്ചാൽ പ്ലേറ്റ് ടെക്ടോണിക്സ് ഒക്കെ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഉയർന്നുകൊണ്ടിരിക്കുന്ന മാന്റിൽ സമുദ്രം എന്ന് പറയുന്നത് മോൾട്ടൺ മെറ്റീരിയൽ ആണ് അവിടെ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ സമുദ്രങ്ങളുടെ അടിത്തട്ടിനെ ഈ താഴത്തുനിന്ന് വരുന്ന മാന്റിൽ നിന്ന് വരുന്ന മെറ്റീരിയൽ ഈ ഉണ്ടായിരുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിനെയൊക്കെ മാറ്റിക്കൊണ്ടിരുന്നു. ഏതെങ്കിലും ഒരു റോക്ക് സോളിഡിഫൈ ചെയ്തിട്ട് ഫലകങ്ങളായി മാറി ഒരു ക്രസ്റ്റിന്റെ ഭാഗമായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ താഴത്തേക്ക് പൂവും ചെയ്യും. ഇപ്പൊ ഉണ്ടാകുന്നത് പോലെ തന്നെ അതിന്റെ ഒരു ആദ്യ രൂപത്തിൽ അത് നടക്കുന്നുണ്ട്. മാത്രമല്ല ഇതേ സമയം തന്നെ കരഭാഗത്ത് നടക്കുന്ന വെതറിങ് ആൻഡ് ഇറോഷൻ, ലാഭനാപക്ഷയം നടക്കുന്ന പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന അവസാദങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അസിഡിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള സമുദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇപ്പൊ നമ്മൾ കാണുന്ന രൂപത്തിൽ അല്ലെങ്കിൽ പോലും മിഡ് ഓഷൻ റിഡ്ജുകൾ ഉണ്ട്. നമ്മുടെ അകന്നു പോകുന്ന ശിലാഫലകങ്ങൾക്കിടയിൽ ഇതിന് താഴെ ഓഷ്യങ്ങൾക്ക് താഴെ ഏതാണ്ട് സമുദ്രങ്ങളുടെ നടുവായിട്ട് വരുന്ന രൂപത്തിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ വലിയ രൂപത്തിലുള്ള ഘനലോഹങ്ങൾ രൂപം കൊള്ളുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഉണ്ടാവുന്ന ഘനലോഹങ്ങളുടെ ഡെപ്പോസിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേറ്റ് ടെക്ടോണിക്സ് വഴി താഴത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പതുക്കെ ഇതിന്റെ സമുദ്രത്തിന്റെ കോമ്പോസിഷൻ മാറിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ജീവിവർഗത്തിന് താമസിക്കാൻ പറ്റുന്ന ഒരിടമായിട്ട് സമുദ്രം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത് എവിടുന്നാണ് ഭൂമിയിൽ ഇത്ര അധികം വെള്ളം വന്ന് എന്നുള്ളതാണ്. അതിന് പല ഹൈപ്പോത്തിസിസും ഉണ്ട്. ചിലപ്പോ പല രൂപത്തിൽ, അതായത് ബഹിരാകാശത്ത് വന്നിട്ടുണ്ട്, അഗ്നിപർവ്വത സ്ഫോടനം വഴി ഭൂമിയുടെ മാന്റിലുള്ള ജലബാഷ്പം കുറേശ്ശെ ആയിട്ട് പതുക്കെ പുറത്തേക്ക് വന്നിട്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട നീരാവിയായി വന്നിട്ടുണ്ട്. ടെക്ടോണിക് പ്രക്രിയകൾ വഴി പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിലെ വേറൊരു സാധ്യത ജലസ്രോതസ് ബഹിരാകാശത്ത് വന്നു എന്നുള്ളതാണ്. ധൂമകേതുക്കളും ധൂമകേതു ആയിട്ടായിരുന്നു അന്തരീക്ഷത്തിൽ നിന്ന് വലിയ രൂപത്തിലുള്ള ബൊമ്പാർട്ട്മെന്റ് നടക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ. അപ്പൊ ആ വന്ന സമയത്ത് ഒരുപാട് ഐസിന്റെ മിശ്രിതം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഐസ് അതൊക്കെ തന്നെ വെള്ളമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ വരുന്നിട്ടുള്ള കോമറ്റ് പല നക്ഷത്രങ്ങളൊക്കെ തന്നെ അതിലുള്ള മഞ്ഞ് തണുത്തുറന്നിട്ടുള്ള വെള്ളം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു പക്ഷേ ഇപ്പൊ കണക്കാക്കുന്ന ഈ പറയുന്ന 2 or 3 സാധ്യതകൾ പറയുന്ന എല്ലാറ്റിൽ നിന്നും ഈ ഇവിടുത്തെ ഭൂമിയുടെ ജലത്തിന് ഒരു കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഉൽക്ക നമ്മൾ പൊതുവെ പറയുമ്പോൾ നമുക്ക് വരണ്ടതാണ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു പാറയായിട്ടാണല്ലോ തോന്നുന്നത്. പക്ഷെ അതിന്റെയൊക്കെ തന്നെ ക്രിസ്റ്റൽ ലാറ്റിസിൽ, മിനറലിന്റെ ലാറ്റിസിൽ എന്തുണ്ട്, വെള്ളത്തിന്റെ അളവുണ്ട്. അപ്പൊ ഒരുപാട് ഉൽക്കകൾ ഒന്നിച്ച് വന്ന് വീഴുന്ന സമയത്ത് പിന്നെ അതിന്റെ ഒരു ഡിസിന്റഗ്രേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ വെള്ളം അതിൽ നിന്ന് കൂടി കിട്ടിയിട്ടുണ്ടാവാം എന്നുള്ളതാണ്. ഇനി ഒരു 4.2 ബില്യൺ വർഷം മുമ്പാകുമ്പോഴേക്കും ഭൂമിയുടെ ഒരു ദ്രാവക അകക്കാമ്പ്, ഒരു ലിക്വിഡ് ഇന്നർ കോർ രൂപം കൊള്ളുകയാണ്. അതിൽ നിന്ന് റേഡിയേഷൻസ് പുറത്തു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ട് വെച്ചാൽ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് വന്നതോട് കൂടിയിട്ട് സൂര്യനിൽ നിന്നുള്ള സൂര്യനിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കോസ്മിക് രശ്മികളിൽ നിന്നും ഭൂമിയെ ഒരുപാട് രക്ഷിക്കാൻ ആരംഭിച്ചു. അല്ലെങ്കിൽ ഒരു ജീവൻ ഉണ്ടായാൽ അതിനെ നശിപ്പിക്കുമായിരുന്ന കോസ്മിക് രശ്മികൾ ഭൂമിയിൽ എത്തുന്നതിൽ നിന്ന് ഈ കാന്തിക മണ്ഡലം തടയുകയാണ്. അപ്പൊ ഈ ഒരു സമയത്താണ് ആദിമജീവന്റെ ജനനം വളരെ വളരെ ഇതായിട്ടുള്ള മൈക്രോബിയൽ ആയിട്ടുള്ള ഒരു തുടങ്ങുന്നത്. ഏറ്റവും ഇനീഷ്യൽ തുടങ്ങുന്നുണ്ട്. പക്ഷെ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എന്താ കാര്യം വെച്ചാല് ഈ സമുദ്രത്തിന്റെ ഒരു കോമ്പോസിഷൻ ആ സമയത്ത് എന്തായിട്ടില്ല, ജീവനെ സ്വീകരിക്കാൻ മാത്രം പാകമായിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ഒരു 4 മുതൽ 2.5 ബില്യൺ, അതായത് 4000 തൊട്ടിട്ട് 2500 മില്യൺ ഇയേഴ്സ്, ദശലക്ഷം വർഷം മുമ്പ് വരെയുള്ള ഒരു കാലമാണ് ആർക്കിയൻ മഹായുഗം എന്ന് പറയുന്നത്. അത് തുടക്കം എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് ഈ ആർക്കിയൻ എന്നത് ഗ്രീക്ക് തുടക്കം എന്നതിന്റെ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നമ്മൾ ഈ ആർക്കിയൻ എന്ന് ആലോചിക്കുന്നത്. ഇവിടെ നിന്നിട്ട് നമുക്ക് റോക്ക് ശിലകളുടെ ഒക്കെ തന്നെ ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ആർക്കിയനിൽ നിന്നുള്ള റോക്കുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. മുഴുവൻ പ്രദേശത്ത് അല്ലെങ്കിലും ചില ക്രാറ്റൺ എന്ന് പറയും, അതായത് തുടക്കം തൊട്ട് ഇന്ന് വരെ മാറ്റമില്ലാതെ കിടക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. കാനഡയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ഇന്ത്യയിലുണ്ട്. പക്ഷെ ഇന്ത്യയിൽ 4 ഇല്ല, ഒരു 3.5 നമ്മുടെ ധാർവാർ ക്രാറ്റൺ എന്നൊക്കെ പറയുന്ന ചില ക്രാറ്റണുകളുണ്ട്. അതില് ഷീൽഡ് ഏരിയാസ് ക്രാറ്റൺ എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഇല്ലാതെ കിടക്കുന്ന ഇതാണ്. അപ്പൊ ഒരു റോക്ക് റെക്കോർഡിന്റെ തുടക്കം ഇവിടുന്നാണ്, ആർക്കിയനിലാണ് ആരംഭിക്കുന്നത്. അതിൽ ഇനി ഒരു 2.9 ബില്യൺ 2900 ദശലക്ഷം വർഷം മുമ്പ് എന്ത് സംഭവിക്കുന്നുണ്ട് വെച്ചാൽ പ്രകാശ സംശ്ലേഷണം വഴി ജീവൻ നിലനിർത്തുന്ന ജീവിരൂപങ്ങൾ ഉണ്ടായി വരികയാണ്. അപ്പൊ അത്തരം ജീവിരൂപങ്ങളെ ഉത്പാദിപ്പിക്കുന്നത് സയാനോ ബാക്ടീരിയകളാണ്. സയാനോ ബാക്ടീരിയ വലിയ രൂപത്തിലുള്ള ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അത് എന്തുണ്ടായി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അയൺ ഓക്സൈഡുകളുടെ രൂപീകരണം ഉണ്ടായി. അപ്പൊ അയൺ ഓക്സൈഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പോൾ എന്താ വെച്ചാൽ ഇതിന്റെ ജലത്തിൽ ഉണ്ടായിരുന്ന ഇരുമ്പിന്റെ അംശം കുറഞ്ഞു. പക്ഷെ അതിലുള്ള മൊത്തം സാൾട്ടിന്റെ അളവ് ഇന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, മറ്റേ സമുദ്രത്തിലെ വെള്ളം വളരെ ഉപ്പുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ആ സാൾട്ട്, ആ ലവണാംശത്തിന്റെ 5 മടങ്ങ് അന്നും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരുമ്പും ഇതും കുറഞ്ഞിട്ടും ഈ ഒരു രൂപത്തിൽ ഉണ്ടായിരുന്നു. ഇനി 2.7 2700 ദശലക്ഷം വർഷം മുമ്പ് ഭൂമിയുടെ അകം തണുത്തു. അതോടുകൂടി ആദ്യം ഉണ്ടായ ക്രസ്റ്റിന്റെ പാളികളൊക്കെ തന്നെ മാന്റിലിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ലോവർ മാന്റിലേക്ക് വീണുകൊണ്ട്
ഇതിങ്ങനെ തണുത്ത് ഇത് കോൺട്രാക്ഷൻ നടക്കുന്നതിനൊപ്പം. പക്ഷെ അതേസമയം അസംഖ്യം മാൻഡിൽ പ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡിലിൽ നിന്ന് ഉയർന്നൊരു കൂണ് വരുന്നത് പോലെ മെറ്റീരിയൽ പുറത്തേക്ക് വരികയാണ്. അതിനെ നമ്മൾ മാൻഡിൽ പ്ലൂമുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ പറയുന്നത് മാൻഡിൽ ഓവർ ടേൺ എന്നാണ്. മാൻഡിലേക്ക് ഒരു മെറ്റീരിയലുകൾ ഇവിടുന്നുള്ളത് വീഴുന്നു, അവിടുന്ന് മാൻഡിൽ നിന്ന് ഒരുപാട് പ്ലൂമുകൾ മേലേക്ക് വരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു വെച്ചാല് ഇതിൽ നമ്മൾ നേരെ ഏറ്റവും ലൈറ്റർ മെറ്റീരിയൽ ഫെൽസിക് മെറ്റീരിയൽ, ഗ്രാനിറ്റിക് മെറ്റീരിയൽ ആണ് ഇതിലുള്ളത്, കോണ്ടിനെന്റൽ ക്രസ്റ്റിലുള്ളത്. അതിന് താഴെയായിട്ട് ബസാൾട്ടിക് ക്രസ്റ്റ്. ഈ ബസാൾട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറേം കൂടി ഡെൻസ് ആണ്. സിലിക്കേറ്റ് തന്നെയാണ് ഇതിലുള്ള മെറ്റീരിയൽ എങ്കിൽ പോലും അതിൽ അയണും മഗ്നീഷ്യം കൂടുതലാണ്. അപ്പൊ എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ ബസാൾട്ടിക് ക്രസ്റ്റ് ഇതിന്റെ താഴെയുണ്ട്, ഗ്രാനിറ്റിക് ക്രസ്റ്റ് മുകളിലുണ്ട്. അപ്പൊ ഈ താഴെന്ന് വരുന്ന മെറ്റീരിയൽ മാൻഡിൽ പ്ലൂമുകൾ എന്ത് ചെയ്തു, ഈ ബസാൾട്ടിക് ക്രസ്റ്റിനെ മുകളിലേക്ക് തള്ളിയിട്ട് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ട് നിന്നതുകൊണ്ട് കരഭാഗങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. കൂടുതൽ കോണ്ടിനെന്റൽ ഭാഗങ്ങൾ, ഭൂഖണ്ഡ ഭാഗങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. മാത്രമല്ല ഈ സയാനോ ബാക്ടീരിയ പുറപ്പെടുവിച്ചിട്ടുള്ള ഓക്സിജൻ ഭൂമിയുടെ അന്തരീക്ഷത്തെ മാറ്റാനും കൂടി ആരംഭിച്ചു. ഈ പറഞ്ഞ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ചിത്രം, ബാൻഡഡ് അയൺ ഫോർമേഷനിൽ രൂപം കൊള്ളുന്നത്. ഈ ഓക്സിജൻ ഈ ബാൻഡഡ് അയൺ ഫോർമേഷനുകളായിട്ട് മാറ്റുന്നു. മാത്രമല്ല ഇതിന്റെ 2.5 2500 ദശലക്ഷം വർഷം മുമ്പാകുമ്പോഴേക്ക് ഇങ്ങനെ രൂപം കൊണ്ട ബാൻഡഡ് അയൺ ഫോർമേഷൻ കുറെ കോടി കിലോമീറ്റർ കണക്കിന് തിക്നെസ് ഉള്ളതായി തീർന്നു. ഇതുമൂലം ഉണ്ടായിട്ട് എന്തുണ്ടായിച്ചാല് കടൽ ജലത്തിൽ നിന്ന് ഇരുമ്പ് ഇങ്ങനെ മാറുകയാണ്. ഇതിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് അടിത്തട്ടിലേക്ക് പോകുന്നതിനനുസരിച്ച് കടൽ ജലത്തിന്റെ നീല നിറം വന്നു തുടങ്ങി. ഇനി നമ്മൾ അടുത്തത് കാണുന്നത് 2.5 മുതൽ 541 ദശലക്ഷം വരെ പഴക്കമുള്ള പ്രോട്രോസോയിക് ഇയോണാണ്. പ്രോട്രോസോയിക് മഹാകൽപ്പം എന്നൊക്കെ നമുക്ക് പറയാം. ഈ പ്രോട്രോസോയിക് എന്ന പേര് വരുന്നത് ആദ്യകാല ജീവിതം എന്നുള്ളതാണ്. അതിൽ ആദ്യകാല ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫോസിൽസ് ഒന്നുമല്ല, ഉള്ള സ്ട്രോമാറ്റോലൈറ്റ്സ് എന്നൊക്കെ പറയുന്ന സൂക്ഷ്മജീവികളൊക്കെ തന്നെ രൂപം കൊടുത്തിട്ടുള്ള ചെറിയ ആദ്യത്തെ ജീവന്റെ ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു സമയത്താണ് ഭൂഖണ്ഡങ്ങളുടെ മധ്യഭാഗങ്ങളിൽ ഭൂരിഭാഗം, അതായത് ഇന്ന് നമ്മൾ അതിന്റെ ക്രാറ്റണുകൾ, ഷീൽഡുകൾ എന്നൊക്കെ പറയുന്ന ഭാഗം രൂപപ്പെട്ടു. അതുപോലെ തന്നെ പ്ലേറ്റ് ടെക്ടോണിക് പ്രക്രിയകളൊക്കെ തന്നെ അങ്ങനെ വലിയ രൂപത്തിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകകോശ സയാനോ ബാക്ടീരിയ, സിംഗിൾ സെൽ സയാനോ ബാക്ടീരിയ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഫോട്ടോസിന്തസിസ് വഴി സമുദ്രത്തിലേക്ക് സാവധാനം ഓക്സിജൻ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സയാനോ ബാക്ടീരിയ വലിയ മൾട്ടി സെല്ലുലാർ ഓർഗാനിസങ്ങളായി മാറുന്നതോട് കൂടിയിട്ട് കൂടുതൽ ഓക്സിജൻ വരുന്നുണ്ട്. പിന്നീട് സമുദ്രങ്ങളെയും പിന്നീട് അന്തരീക്ഷത്തെയും പൂർണ്ണമായി പരിവർത്തനം ചെയ്യും. ഈ ഒരു സമയത്തിനെ നമ്മൾ വിളിക്കുന്നത് GOE അഥവാ ഗ്രേറ്റ് ഓക്സിജനേഷൻ ഇവന്റ് എന്നാണ്. ഇത് ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ചില ഫോസിലുകൾ സാധാരണ നിലയ്ക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഫോസിൽ അതിന്റെ മിനിയേച്ചർ രൂപം നമ്മൾ കാണുന്നുണ്ട് പല ഘട്ടങ്ങളിലായിട്ട്. അപ്പോൾ ഇത് ഗ്രേറ്റ് ഓക്സിജനേഷൻ ഇവന്റ് നടന്ന കാലത്ത് എന്ന് വെച്ചാൽ കൂടുതൽ ഓക്സിജൻ കിട്ടിയത് കൊണ്ട് വലിയ ഭീമാകാരങ്ങളായിട്ടുള്ള ജീവികൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കാലത്ത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വലിയ രൂപത്തിൽ സമുദ്രത്തിലേക്ക് ഓക്സിജൻ കൊടുക്കപ്പെട്ട ആ ഒരു ഇവന്റിനെ, ആ ഒരു പ്രത്യേക സംഭവത്തിനെ നമ്മൾ ഗ്രേറ്റ് ഓക്സിജനേഷൻ ഇവന്റ് എന്നാണ് വിളിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് വലിയ രൂപത്തിൽ, ഒരുപക്ഷെ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ അമണൈറ്റ്സ്, അത്തരത്തിൽ വലിയ ജീവികൾ എങ്ങനെ സമുദ്രത്തിലൂടെ നടക്കുന്നതൊക്കെ അതൊക്കെ ഇതാണ് ആനിമേഷനായിട്ടൊക്കെ രൂപീകരിച്ചാണ്. പക്ഷെ കുറെ എണ്ണത്തിന്റെ ഫോസിലുകൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു രൂപം ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ ചെറിയ രൂപമുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ സമയത്ത് ഒരുപാട് ഓക്സിജൻ ലഭ്യമായിരുന്നത് കൊണ്ട് ഇതിന്റെയൊക്കെ തന്നെ സൈസ് കൂടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ഇതിനെ പറയുന്നത് ഗ്രേറ്റ് ഓക്സിജനേഷൻ ഇവന്റ് എന്നാണ്. അതോടൊപ്പം വേറൊരു സാധനം എന്താ വെച്ചാല് ഇങ്ങനെ ഒരു പാരിസ്ഥിതിക മാറ്റം എന്തുണ്ടായി വെച്ചാല് ഇതില് എനേറോബിക് ബാക്ടീരിയകൾ ഉണ്ടായിരുന്നു. ഭൂമിയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ജീവൻ എന്ന് പറയുന്ന ഓക്സിജൻ ഇല്ലാത്ത ഇതിൽ ജീവിച്ചിരുന്ന എനേറോബിക് വായുരഹിത ബാക്ടീരിയ, എനേറോബിക് ബാക്ടീരിയ അതിനെ നശിപ്പിച്ചു. അതേസമയം എയറോബിക് ആയിട്ടുള്ള ഫോണ കൂടുതലായിട്ട് ഉണ്ടാവാൻ കഴിയുകയും ചെയ്യും. ഇനി ഈ ഒരു പ്രോട്രോസോയിക് ഇയോണിലാണ് നമ്മൾക്ക് ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് പാൻജിയ ഉണ്ടായി, പാൻജിയ ഗോണ്ടോനാലാൻഡ് യുറേഷ്യക്ക് ആയി എന്നാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയല്ല. അതിന് മുമ്പ് തന്നെ പ്രോട്രോസോയിക്കില് റോഡിനിയ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഭൂഖണ്ഡം രൂപപ്പെടുന്നു. ഇത് ഏകദേശം ഒരു 1 ബില്യൺ 1000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതാണ്. എന്നിട്ട് ഒരു 750 മുതൽ 600 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പ്രോട്രോസോയിക്കിന്റെ അവസാനത്തിൽ ഇത് പിളർന്നു പോവുകയാണ്. ഈ നമ്മുടെ റോഡീനിയ വീണ്ടും വിഭജിച്ച് പോവുകയാണ്. അതിലൊന്ന് ലോറൻഷ്യ എന്ന് പറയുന്ന ഒരു മാസമായിട്ട് മാറി, അത് പിന്നീട് വടക്കേ അമേരിക്കയായിട്ട് മാറുകയാണ്, നമ്മുടെ നോർത്ത് അമേരിക്കയായിട്ട് മാറുകയാണ്. ഇത് ഇപ്പൊ ഈ റോഡീനിയനൊക്കെ പറയുന്നത് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടാണ് കേട്ടോ. ആ ഒരു കാലത്തുള്ള റോക്കിന്റെ പഠനം നടത്തുന്നുണ്ട്. ഇത് അവിടെ പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പല ജിയോളജിസ്റ്റുകൾ പല ഡാറ്റ എടുത്ത് പഠിച്ചിട്ട് ഇത് യോജിപ്പിച്ച്, അതുപോലെ തന്നെ ഈ ഒരു കാന്തിക മാഗ്നറ്റിസം വലിയ രൂപത്തിലുള്ള ഒരു ഇത് നടത്തുന്നുണ്ട്. അതായത് ഈ റോക്കുകളൊക്കെ തന്നെ ക്രിസ്റ്റലൈസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ചില മെറ്റീരിയൽ, അതിലുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽ അന്ന് നിലനിൽക്കുന്ന ഇതിലേക്ക്, അതായത് എവിടെയാണോ മാഗ്നറ്റിക് നോർത്ത് ഉള്ളത് അതിലേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുക, സോളിഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ റോക്കായിട്ട് പാറയായിട്ട് മാറുക. അപ്പൊ അന്ന് അത് ഇപ്പൊ ഈ ഭൂഖണ്ഡം കിടക്കുന്നത് വേറെ രൂപത്തിലായിരിക്കും.
അപ്പൊ ഇപ്പൊ കിടക്കുന്നിടത്തുനിന്ന് അന്നുണ്ടായിരുന്ന ഈ പാറ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൽ മാഗ്നറ്റിസം ഉള്ളതെന്ന് പഠിക്കാൻ പറ്റും. ആ ഒരു ശാഖയെ നമ്മൾ പറയുന്നത് പാലിയോ മാഗ്നറ്റിസം, പാലിയോ മാഗ്നറ്റിക്സ് എന്നാണ് ആ സ്റ്റഡീനെ പറയുന്നത്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് എന്ത് പറ്റുന്നുണ്ട് നമുക്ക് ഈ ഭൂമി പോളാർ വാണ്ടറിംഗ് ഒക്കെ പറയുന്നുണ്ട്. അതായത് ഭൂമിയുടെ ധ്രുവം ഒരിക്കലും ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് മറ്റു ഭാഗത്തേക്ക് പോയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭൂഖണ്ഡങ്ങൾ നീങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഭൂഖണ്ഡങ്ങൾ നീങ്ങിയതിന്റെ ഒരു ഇത് കിട്ടുന്നത് നമുക്ക് പോളാർ വാണ്ടറിംഗിന്റെ കർവിൽ നിന്നാണ്. പോളല്ല ആക്ച്വലി വാണ്ടർ ചെയ്ത് പോകുന്നത്, നീങ്ങി പോകുന്നത് ഈ ഭൂഖണ്ഡങ്ങളാണ്. അത് നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ ഇത് സോളിഡിഫൈ ചെയ്യുന്ന സമയത്തുള്ള മാഗ്നറ്റിസത്തെ കുറിച്ച് പഠിച്ചിട്ടാണ്. അതിന് നമ്മൾ പാലിയോ മാഗ്നറ്റിക്സ് എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല എവിഡൻസ് ചേർത്തിട്ടാണ് നമ്മൾ റോഡിനിയെ പുനർനിർമ്മിക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് എന്തില്ല, ഇപ്പൊ നമ്മൾ ആൽഫ്രഡ് വെഗ്നർ ആയ സമയത്തേക്ക് ഗോണ്ട്വാന ലാൻഡിന്റെ കഥ പറഞ്ഞ സമയത്ത് നമുക്ക് വേറൊരു സാധ്യത കൂടി ഉണ്ടായിരുന്നത് ഫോസിലുകളായിരുന്നു. എന്ന് വെച്ചാൽ അത് പാലിയോസോയിക്കലാണ് സംഭവിച്ചിട്ടുള്ളത്. ഗോണ്ട്വാന ലാൻഡിന്റെ അതിന്റെ പലതരത്തിലുള്ള ഫോസിൽ പല രൂപത്തിൽ കിട്ടിയപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റിയത്. പക്ഷെ റൊഡീനിയുടെ കേസിൽ എന്താ വെച്ചാൽ ഫോസിലിനെ നമുക്ക് ആശ്രയിക്കാനേ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പെട്രോളജിക്കൽ പാലിയോ മാഗ്നറ്റിക് സ്റ്റഡീസ് ആണ് അതിന് കൂടുതലായിട്ട് റൊഡീനിയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ഏതാണ്ട് ഒരു റൊഡീനിയ. അതിന്റെ എന്താണ് അതിൽ ഈ കളറിൽ കാണുന്നത് അതിന്റെ ക്രാറ്റൻസ് ആണ്. അത് വലിയ രൂപത്തിൽ മാറ്റമില്ലാത്തത്. ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ഈ ഒരു 1.1 ബില്യൺ വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള ബെൽറ്റുകളാണ്. അതായത് സെഡിമെന്ററി മെറ്റീരിയൽ ആവാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വന്നിട്ടുള്ള ബെൽറ്റ് ആയിരിക്കാം. ഓക്കെ, ഇതാണ് റൊഡീനിയുടെ ഒരു രൂപം. ഈ 2.3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആകാശഗംഗയും മറ്റൊരു കുള്ളൻ ആകാശഗംഗയും തമ്മിലുള്ള കൂട്ടിയിടി എണ്ണമറ്റത്ത് ഉറങ്ങുന്ന നക്ഷത്രങ്ങൾക്ക് ജന്മം നൽകി. നമ്മളതിന്റെ കൂടുതൽ എല്ലാ വിശദാംശങ്ങൾക്കും നമ്മൾ പോയാൽ നമുക്ക് സമയം നിൽക്കില്ല. അതുകൊണ്ട് ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതിന്റെ ഈ ഒരു ഇതിൽ നിന്ന് സൂപ്പർനോവയിൽ നിന്നുള്ള രശ്മികൾ സൂര്യന്റെ ഹീലിയോസ്ഫിയറിന് നാശമുണ്ടാക്കി ഭൂമിയിൽ പതിക്കുകയും ചെയ്തു. അപ്പോ ആ ഒരു അത്തരത്തിലുള്ള രശ്മികൾ വന്നതോടുകൂടി എന്തുണ്ടായിച്ചാൽ മേഘങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അസംഖ്യ ന്യൂക്ലിയസ് ഉണ്ടായി. മേഘാവൃതമായ ഭൂമി സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് തടഞ്ഞു. അതാണ് ആദ്യത്തെ ഗ്ലോബൽ ഗ്ലേസിയേഷൻ എന്ന് പറയുന്നത്. അതോടുകൂടി സൂര്യൻ വരുന്നില്ല, ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഊർജ്ജം കിട്ടുന്നില്ല. അതോടുകൂടി ഭൂമി ആകെ മഞ്ഞു മൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിൽ ആദ്യം ഉണ്ടായിരുന്ന ജീവൻ ഒട്ടുമിക്ക നശിച്ചു പോയി. പിന്നെ വളരെ കുറച്ച് ഭാഗം ഇതില് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇനിയാണ് മൾട്ടി യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടുകളിൽ നിന്ന് യുകാരിയോട്ടുകളിലേക്ക്. ഇതിന്റെ ഒരു വിശദാംശം ഒരുപക്ഷെ നമ്മുടെ അടുത്ത ക്ലസ്റ്റർ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ വിശദമായിട്ട് പറയും. ജീവന്റെ പരിണാമത്തെ കുറിച്ച് വളരെ സുന്ദരമായ ക്ലാസ്സുകൾ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഇതിൽ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇതിൽ വരുന്നത്. 2.1 2100 ദശലക്ഷം വർഷം മുമ്പാണ് യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടിൽ നിന്നും, യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാലല്ല, അതിന്റെ ഒരു ഷെല്ല്, അതിന് ചുറ്റും ഒരു ഷെല്ലൊന്നും ഇല്ല, ഒരു ഏകകോശ ജീവി ഉണ്ടാവുകയാണ്. അതിൽ നിന്ന് യുകാരിയോട്ടായിട്ട് ഒരു ഷെല്ലൊക്കെ വരുന്ന, അല്ലെങ്കിൽ ഇതിനൊരു മൾട്ടി ഇത് വരുന്ന രൂപത്തിലേക്ക് ജീവന്റെ വികാസം നടക്കുന്നുണ്ട്. പിന്നെയാണ് ഒരു 1900 ദശലക്ഷം വർഷം തൊട്ടിട്ട് 800 ദശലക്ഷം വർഷം വരെയുള്ള ഒരു കാലമാണ്. അവിടെ ചെറിയ ഭൂഖണ്ഡങ്ങൾ, ഈ റൊഡീനിയ വീണ്ടും പിളർന്നു പോകുന്നുണ്ട്. അവിടെ നിന്ന് ന്യൂന അല്ലെങ്കിൽ കൊളംബിയ എന്ന് പറയുന്ന സൂപ്പർ കോണ്ടിനെന്റ് വീണ്ടും വരുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന പാൻജിയ പാന്തലാസയ്ക്ക് അപ്പുറത്താണിത്. അതിന് മുൻപേ ഉണ്ടായി പിളർന്ന് വീണ്ടും വന്ന സംഗതികളാണ് ഇത്. അപ്പോൾ വലിയ രൂപത്തിലുള്ള സൂപ്പർ കോണ്ടിനെന്റ് രൂപം കൊണ്ടു. ഇതിൽ നിന്ന് ബാക്ടീരിയകൾക്ക് വളരാനുള്ള ധാരാളം, അതായത് കൂടുതൽ കോണ്ടിനെന്റൽ ഏരിയ വരുന്നു. അപ്പൊ കൂടുതൽ ബാക്ടീരിയകൾ ഉണ്ടാവുന്നുണ്ട്, ധാരാളം ഓക്സിജൻ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പക്ഷെ ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഈ സയാനോ ബാക്ടീരിയകൾ ഡീകെ ആയി പോകാൻ വേണ്ടിയിട്ടും ഓക്സിജൻ ഉപയോഗിച്ച് ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡീകെക്ക് വേണ്ടി കൂടുതൽ ഓക്സിജൻ എടുത്തോടുകൂടി എന്തുണ്ടാ വെച്ചാൽ അന്തരീക്ഷത്തേക്ക് കിട്ടിക്കൊണ്ടിരുന്നിരുന്ന ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞു. പക്ഷെ വേറൊരു ഗുണം ഇതും കൂടി അതിനോടൊപ്പം സംഭവിച്ചു. ഈ കരയിൽ വെച്ച് ചത്തൊടുങ്ങിയ ജീവികളൊക്കെ തന്നെ അവസാദങ്ങളാൽ മൂടപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചില്ല വെച്ചാൽ അത് അവരുടെ ഡീകെ നടന്നില്ല, അതിനുവേണ്ടി കൂടുതൽ ഓക്സിജൻ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കരഭാഗത്ത് എന്തുണ്ടായിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഓക്സിജന്റെ അളവ് കൂടാനും കൂടി സാധ്യത വന്നു. ന്യൂന എന്ന് പറയുന്ന ഈ ചെറിയ ഭൂഖണ്ഡങ്ങളായിട്ട് വീണ്ടും വളർന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു ചെറിയ കാലഘട്ടത്തിന്റെ ഒരു നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞതിൽ നിന്ന് അതേ റൊഡീനി തന്നെയാണ് ഇവിടെ 2 ഘട്ടമായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഈ റൊഡീനിയ വരുന്നത് ഭൂമധ്യരേഖ പ്രദേശത്താണ് രൂപം കൊണ്ടത്. പിന്നെ ഈ സമുദ്രഫലകങ്ങൾ മാന്റിൽ ട്രാൻസിഷൻ മേഖലയിൽ അടിഞ്ഞുകൂടി. ഇതിലുണ്ടാവുന്ന പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ഭാഗമായിട്ട് മേലുള്ള മെറ്റീരിയൽ ഒക്കെ തന്നെ താഴത്തേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ കാന്തിക മണ്ഡലത്തിന് മാറ്റം ഉണ്ടാവുന്നുണ്ട്. വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നു. ഇനി 700 മുതൽ 600 വരെ ദശലക്ഷം അവിടെ വീണ്ടും ഒരു ഗ്ലേസിയേഷൻ വരുന്നുണ്ട്. സ്റ്റാർ ബേഴ്സ്റ്റ് എന്ന് പറയുന്ന ഇത് നടക്കുന്നുണ്ട്. പിന്നെയാണ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി നടക്കുന്നത്, ലീക്കിംഗ് എർത്ത് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് നക്ഷത്ര രൂപീകരണ ഘട്ടം കഴിഞ്ഞ് ഭൂമിയുടെ അകക്കാമ്പ് വീണ്ടും ശക്തമായ കാന്തിക വലയം ഉണ്ടാവുക. ഭൂമിയിൽ ഓക്സിജന്റെ അളവ് പഴയ നിലയിലേക്ക് തിരിച്ചു വന്നു. ഭൂമിയുടെ അകം ഇങ്ങനെ തണുത്തു വരികയാണ്. പക്ഷെ ഭൂമിയുടെ അകം ചൂടായിരിക്കുമ്പോൾ വിവിധ ധാതുക്കളിലുള്ള ജലാംശം എന്ത് വെച്ചാൽ ഉപരിതലത്തിലേക്ക് തള്ളപ്പെടും. ഭൂമിയുടെ അകം ചൂടാകുമ്പോൾ എന്നുള്ള വാട്ടർ മേലേക്ക് വരും.
പക്ഷെ ജലനിരപ്പിന് മാറ്റം ഉണ്ടാകുന്നില്ല. പക്ഷെ മാന്റിൽ താപനില ഒരു 650 ഡിഗ്രിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ധാതുക്കൾ ഈ ജലാംശത്തെ അപ്പർ മാന്റിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങും. ഓക്കെ. അതായത് ഈ ജലാംശം അവിടെ ലഭ്യമാണ് അല്ലെങ്കിൽ മാന്റിലിൽ തന്നെ നിൽക്കാം എന്നാണെങ്കിൽ ഈ മേലേക്ക് വന്ന ജലാംശത്തെ എന്ത് ചെയ്യും? ഈ ഇതിന്റെ ലാറ്റിസിൽ ഇപ്പോഴും നമ്മൾ പറയുന്നത് നമുക്ക് ക്രസ്റ്റിൽ അവൈലബിൾ ആയതിനേക്കാൾ കൂടുതൽ വെള്ളം മാന്റിലുണ്ട്. പക്ഷേ അതെന്ത് ചെയ്യാച്ചാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന പോലെ നമുക്ക് കയ്യിൽ എടുത്ത് കുടിക്കാവുന്ന രൂപത്തിലുള്ള വെള്ളമല്ല. ഇതിന്റെയൊക്കെ തന്നെ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഭാഗമായിട്ട് ഒരുപാട് ജലാംശം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ ഇങ്ങനെ അപ്പർ മാന്റിലേക്ക് പുറത്തേക്ക് വന്നിട്ടുള്ള ജലാംശത്തെ ഈ താപനില ഒരു 650 ഡിഗ്രിയിൽ കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? ഭൂമി സമുദ്രത്തിൽ നിന്നൊക്കെയുള്ള വലിയ രൂപത്തിലുള്ള വെള്ളം അങ്ങോട്ട് തന്നെ പോകാൻ തുടങ്ങി. ഇതിനെയാണ് നമ്മൾ ലീക്കിംഗ് എർത്ത് എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഭൂമി ഇങ്ങനെ തണുത്ത് തണുത്ത് വരുന്ന സമയത്ത് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പൊ അതുവഴി എന്ത് സംഭവിച്ചു വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് കടൽ ജലത്തിന്റെ ഒരു 3% ജലം മാന്റിലേക്ക് പോയി. കടൽ ജലനിരപ്പ് ഏതാണ്ട് 600 മീറ്റർ താഴുകയും ചെയ്തു. കടൽ ജലത്തിന്റെ 3% പോയപ്പോഴേക്കും ജലനിരപ്പ് 600 മീറ്റർ താണു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? കരഭാഗം കൂടി. കരഭാഗം കൂടുമ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഷെൽഫിന്റെ കോണ്ടിനെന്റൽ ഷെൽഫ് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തിന്റെ വിസ്തീർണം കൂടി. അപ്പോൾ ജീവൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ വലിയ രൂപത്തിൽ കൂടിക്കൊണ്ടിരുന്നു. കൂടുതലായി ഉണ്ടായ കരഭാഗങ്ങൾ കാരണം സ്വാഭാവികമായിട്ടും ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയകൾ വരുന്നു. അതിന്റെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ അളവ് കൂടി. പിന്നെ അങ്ങോട്ട് വലിയ രൂപത്തിലുള്ള പരിണാമം, അതായത് ജീവന്റെ സ്ഫോടനാത്മകമായ, അതായത് എന്റെ ലൈഫിന്റെ ഒരു എക്സ്പ്ലോഷൻ എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്കുള്ള പ്രക്രിയകളായി അതിന് നടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ ഈ നടന്നിരുന്നത്. ഇനി അവിടെ വീണ്ടും ഒരു ഗ്ലേസിയേഷൻ വരുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് മാരിനോവൻ ഗ്ലേസിയേഷൻ എന്നാണ്. 640 ദശലക്ഷം വർഷം മുമ്പ് കാലാവസ്ഥാ മാറ്റം വരുന്നുണ്ട്. അതിന്റെ ഒപ്പം ജൈവ പരിണാമവും നടക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ പാലിയോസോയ്ക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള എഡിയാക്കരൻ ജീവിവർഗം എന്ന് പറയുന്ന ഒരു വലിയ രൂപത്തിൽ ജീവികൾ ഉണ്ടായ പാലിയോസോയ്ക്കിന് തൊട്ട് മുമ്പ് എഡിയാക്കരൻ എന്ന് പറയുന്ന ഒരു ജീവിവർഗം ഉണ്ടാവുന്നുണ്ട്. അത് വേറൊരു ഗ്ലേസിയേഷൻ ഒരിക്കൽ കൂടി ഉണ്ടാകും. അതിന്റെ പേര് ഗാസ്കിയേഴ്സ് ഗ്ലേസിയേഷൻ എന്നാണ്. ഭൂമി താരതമ്യേന ചൂടുള്ള ഒരു ഗ്രഹമായിട്ട് മാറിക്കൊണ്ടിരുന്നു. ഫോസ്ഫറസ് പോലെയുള്ള എലമെന്റ്സ് സമുദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഈ ഈ ഒരു ഫോസ്ഫറസിന്റെ ഒരു സാന്നിധ്യം കൂടി വലിയ രൂപത്തിലുള്ള ജീവിവർഗത്തിന്റെ ഉൽപാദനത്തിന് കാരണമായിട്ടുണ്ട്. ഇത്തരത്തിലുണ്ടായിട്ടുള്ള ജീവജാലങ്ങളെയാണ് നമ്മൾ ഇഡിയാക്കരൻ ഫോണ എന്ന് പറയുന്നത്, ഇഡിയാക്കരൻ ജീവിവർഗങ്ങൾ എന്ന് പറയുന്നത്. അതുണ്ടായിട്ടുള്ളത് ഏതാണ്ട് ഒരു 635, അതായത് നമ്മുടെ പാലിയോസോയ്ക്ക് തുടങ്ങി കാംബ്രിയൻ എക്സ്പ്ലോഷൻ ഒക്കെ വരുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഇഡിയാക്കരൻ ജീവിവർഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇഡിയാക്കരൻ ജീവിവർഗങ്ങളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതിനും ഷെല്ലായിട്ടില്ല അപ്പോഴും. അത് ഷെല്ല് വരാത്തത് കൊണ്ട് തന്നെ അതിനെ അതിനെ സംരക്ഷിച്ച് ഫോസിലായിട്ട് പോലും സംരക്ഷിച്ച് നിൽക്കൽ എളുപ്പമല്ല. അപ്പൊ ഒരു ജെല്ലി ഫിഷിനോട് സാമ്യമുള്ള മൃദുവായ ശരീരമുള്ള ജീവികളായിരുന്നു ആ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. ഒരു 550 ദശലക്ഷം വർഷം മുമ്പ് പരിണാമം പരിസ്ഥിതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറി. ന്യൂട്രിയൻസ്, ഓക്സിജൻ എന്നിവയുടെ അളവ് കൂടി. വലിയ ഇരുമ്പ് പാളികൾ സമുദ്രത്തിൽ ഉണ്ടാവാൻ വേണ്ടി കാരണമായിട്ടുണ്ട്. അപ്പോൾ കാൽസ്യം ഉപയോഗിച്ചുകൊണ്ട് മൈക്രോഡിക്റ്റിയോൺ എന്ന് പറയുന്ന സൂക്ഷ്മജീവികളൊക്കെ തന്നെ ശരീരം പൊതിയാൻ അതൊരു വലിയൊരു മാറ്റമാണ്. അതായത് വളരെ സോഫ്റ്റ് ബോഡിയിലായിട്ടുള്ള ജീവികളൊക്കെ തന്നെ എന്ത് ചെയ്യാണ്? ഷെൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഷെല്ലുകൾ അതിന്റെ ഭാഗമായി മാറുകയാണ്, അല്ലെങ്കിൽ ഹാർഡ് പാർട്ട് ആയിട്ട് അതിന് വരികയാണ്. അപ്പൊ നമുക്ക് ഒരു ഫോസിൽ കിട്ടണമെങ്കിലുള്ള ഒരു അതെന്താ വെച്ചാൽ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നതിന് എന്താ വെച്ചാൽ ഹാർഡ് പാർട്ട് അതിന് ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് പാലിയോസോയിക്കിന് ശേഷം 240 ദശലക്ഷം വർഷത്തിന് ഇപ്പുറത്തേക്ക് നമുക്ക് ഇഷ്ടംപോലെ ഫോസിൽ കിട്ടാനുള്ള ഒരു കാരണം ഈ ഒരു മാറ്റമാണ്. ഇനി നമ്മൾ ഫാനറോസോയിക് മഹാകൽപ്പം, അതിലുള്ള പാലിയോസോയിക് യുഗത്തിലേക്ക് പോവുകയാണ്. ഇതിൽ ഈ ഒരു ചിത്രം കാണിക്കാനുള്ള കാരണം ഇതൊരു ട്രൈലോബൈറ്റ് എന്ന് പറയുന്ന ഒരു ജീവിയാണ്, ഫോസിലാണ്. അപ്പൊ നമ്മൾ പാലിയോസോയിക്കിന്റെ ഒരു ഇൻഡെക്സ് ഫോസിലായിട്ട് നമ്മൾ പറയുന്നത് ഈ ട്രൈലോബൈറ്റിനെയാണ്. ഇതിനെ ട്രൈലോബൈറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ ടൈല്, ബോഡി, തല എന്ന രൂപത്തിൽ ഇങ്ങനെ മുകളിൽ താഴത്തേക്ക് മൂന്നായിട്ട് വിഭജിക്കാം. അതേപോലെ തന്നെ ലെഫ്റ്റ്, മിഡിൽ, റൈറ്റ് ആയിട്ട് മൂന്നായിട്ട് വിഭജിക്കാം. അതുകൊണ്ടാണ് ഈ ജീവിവർഗത്തിന് നമ്മൾ ട്രൈലോബൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് പാലിയോസോയിക്കിന്റെ ഒരു ഇൻഡെക്സ് ഫോസിലായിട്ട്. ഏറ്റവും കൂടുതൽ ഫോസിൽസ് ഈ ഒരു രൂപത്തിലുള്ള, അല്ലെങ്കിൽ ആ ഒരു പാലിയോസോയിക്കിനെ മുഴുവൻ വിശദീകരിക്കാൻ അതിന്റെ എല്ലാ കാലഘട്ടത്തിലും ഈ ഒരു ഫോസിലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഫാനറോസോയിക് ഇയോണിലാണ് ഈ പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക് വരുന്നത്. അതിന്റെ ദൃശ്യമായ ജീവിതം എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. ഓക്കെ. ഫാനറോസോയിക് ശിലാരേഖയിൽ, അതായത് 540 ദശലക്ഷം വർഷം മുമ്പെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിൽ ഉള്ള ജീവികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൽ നഖങ്ങള്, ചെതുമ്പല്, ഷെല്ല്, അസ്ഥി തുടങ്ങിയ ഹാർഡ് റോക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ മുമ്പത്തെ ഇതിൽ ഇതൊന്നും ഉണ്ടായിരുന്നു. ഇനി ഈ ഫാനറോസോയിക്കിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. പാലിയോസോയിക് എന്ന് പറഞ്ഞാൽ പുരാതന ജീവിതം, ആൻഷ്യന്റ് ലൈഫ്. മീസോസോയിക് എന്ന് പറഞ്ഞാൽ മിഡിൽ ലൈഫ്, മധ്യജീവിതം. സീനോസോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർ ബൈ അല്ലെങ്കിൽ സമീപകാല ജീവിതം. ഇങ്ങനെയാണ് പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക് എന്ന് പറയുന്ന 3 പീരീഡുകളായിട്ട് അതിനെ 3 എറാസ് ആയിട്ട് അതിനെ തിരിക്കുന്നു.
ഇനി ആദ്യകാല പാലിയോസോയിക്കിൽ എന്താ വെച്ചാൽ കടൽ ജീവികളുടെ ആധിപത്യമാണ്. എന്നാൽ ഇതിന്റെ പകുതിയായപ്പോഴേക്കും സസ്യങ്ങളും മൃഗങ്ങളും കരയിൽ ജീവിക്കാനും പുനരുൽപ്പാദിപ്പിക്കാനും പരിണമിച്ചിട്ടുണ്ട്. പിന്നെ മത്സ്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, ചിറകുകളിൽ മാറ്റം വരുന്നുണ്ട്. ഇങ്ങനെ ജീവിവംശത്തിന് വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുന്ന ഒരു കാലമാണ് ഈ പാലിയോസോയിക്ക് അവിടെ നിന്നിട്ട് വരുന്നത്. ഇനി അതില് 540 ദശലക്ഷം വർഷം മുമ്പ് തന്നെ ഏതാണ്ട് പാലിയോസോയിക്ക് തുടങ്ങുകയാണ്. കാംബ്രിയൻ പീരീഡ് ആണ്. അവിടെ ആദ്യത്തെ കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്നാണ് പറയുന്നത്. അതിൽ വലിയ രൂപത്തിലുള്ള ജീവിവർഗ്ഗങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അവിടെ ഒരു ഗ്ലേസിയേഷൻ നടക്കുന്നുണ്ട്. ബൈക്കോനൂർ ഗ്ലേസിയേഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ചൂടും തണുപ്പുള്ള കാലാവസ്ഥ മാറി വരുന്നുണ്ട്. അതിങ്ങനെ ഈ ചൂടും തണുപ്പുള്ള കാലാവസ്ഥ നമ്മളിപ്പോ പറയുന്ന പോലെ ഒരു 6 മാസം ഒരു കൊല്ലം എന്നല്ല, ദശലക്ഷക്കണക്കിന് വർഷങ്ങളാണ് നീണ്ടു നിൽക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർഡ് പാർട്ടൊന്നും ഇല്ലാതെ ഈ കാംബ്രിയൻ പാലിയോസോയിക്ക് ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് രൂപം കൊണ്ട എഡിയാക്കരൻ ഫോണ ആ ജീവിവർഗം മുഴുവനായിട്ട് കൊല്ലപ്പെട്ടു. പുതിയ രൂപത്തിലുള്ളത് ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള വികിരണങ്ങൾ വരുന്നുണ്ട്. അത് ചെറിയൊരു ഇതിൽ പരിണാമത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വൻകരകളുടെ രൂപീകരണം ഉണ്ടാകുന്നുണ്ട്. അതിന്റെ പരിണാമത്തെ കുറിച്ച് സാറ് മിക്കവാറും അടുത്ത ഇതിൽ കൃത്യമായിട്ട് പറയും. വളരെ വലിയ രൂപത്തിൽ വിശദീകരിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ എനിക്കിട്ട് അറിയില്ല. ഞാനൊരു ബയോളജിക്കാരനല്ല. അപ്പൊ സ്റ്റെം പരിണാമം, ക്രൗൺ പരിണാമം എന്ന രൂപത്തിൽ ഭൂഖണ്ഡങ്ങളുടെ നീക്കത്തിനനുസരിച്ച് ജീവികളുടെ പരിണാമത്തിലും വലിയ രൂപത്തിലുള്ള മാറ്റങ്ങളുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്തുണ്ടായത് 35 പുതിയ ഫൈലങ്ങളാണ്. കിങ്ഡം, ഫൈലം എന്ന് പറഞ്ഞിട്ട് ജീവിവർഗങ്ങളെ തിരിയുന്നുണ്ട് നമ്മൾ, സ്പീഷീസ്, ജീനസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതില് ജീവിവർഗത്തിന്റെ അടിസ്ഥാനം ഈ ഒരു ഇതാണ്. ഈ സമയത്താണ് ഏതാണ്ട് ഒരു ഗോണ്ട്വാന എന്ന് പറയുന്ന ഇത് രൂപം കൊള്ളുന്നത്. ഗോണ്ട്വാന ലാൻഡ്. സമുദ്രത്തിലെ സമുദ്രനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. സമുദ്രത്തിൽ ഉണ്ടായിരുന്ന ഇതൊക്കെ തന്നെ അതിന്റെ സോൾട്ട് ആയിട്ട് കരയിൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ട് ഈ കാലത്ത്. പിന്നെ ഒരു 260 ദശലക്ഷം വർഷം മുമ്പായപ്പോഴേക്കും സമുദ്രം കൂടുതൽ വാസയോഗ്യമാവുന്നുണ്ട്. മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഇഴജന്തുക്കൾ, ദിനോസറുകൾ, സസ്തനികൾ ഇതൊക്കെ രൂപം കൊള്ളുന്നുണ്ട്. ഇതിന്റെ പല പല ഇതിലാണ് സമുദ്രത്തിലും കരയിലുമായിട്ട് ഇത് സംഭവിക്കുന്നുണ്ട്. പിന്നെ ഒരു 250 ആകുമ്പോഴേക്കും പിന്നെ നമ്മൾ അടുത്ത അതിലേക്ക് മാറുകയാണ്, മീസോസോയിക് ആവുകയാണ്. ഇത് പെർമിയൻ എന്ന് പറയുന്നതിന്റെ അവസാനത്തെ പീരീഡാണ്. പാലിയോസോയിക്കിലെ അവസാനത്തെ പീരീഡാണ്. കാംബ്രിയൻ, ഓളോവിഷ്യൻ, സൈലൂറിയൻ, ഡെവോണിയൻ, കാർബോണിഫെറസ്, പെർമിയൻ ഇങ്ങനെയാണ്. അതിൽ ഈ കാർബോണിഫെറസിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് നമുക്ക് കോൾ കിട്ടുന്ന മിക്കവാറും കോൾ ഫീൽഡൊക്കെ തന്നെ അതുകൊണ്ടാണ് അതിനെ കാർബോണിഫെറസ് എന്ന് വിളിക്കുന്നത്. അതും കഴിഞ്ഞിട്ടുള്ളതാണ് പെർമിയൻ. ആ പെർമിയനിൽ ഒരു വലിയ രൂപത്തിലുള്ള വലിയ വംശനാശം ഉണ്ടായിരുന്നു. പെർമിയൻ മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഓക്സിജന്റെ ഒരു കുറവുണ്ടാവുന്നുണ്ട്. അനേറോബിക് ജീവികൾ ഉണ്ടാവുന്നുണ്ട്. വീണ്ടും പരിണാമം വരുന്നുണ്ട്. ഗോണ്ട്വാന എന്ത് ചെയ്തു വെച്ചാല് തെക്കേ അമേരിക്കയും സൗത്ത് അമേരിക്ക, ആഫ്രിക്കയുമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അതേസമയം ജീവികളുടെ രൂപത്തിലാണെങ്കിൽ നമ്മുടെ ഇതിന്റെ കുരങ്ങന്മാരുടെ ഒക്കെ രൂപത്തിൽ വലിയ പരിണാമം വരുന്നുണ്ട്. ഓരോ ഭൂഖണ്ഡത്തിലും സ്വതന്ത്രമായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ കൂടെ സംഭവിച്ച ഭൂമിയുടെ കാര്യത്തിൽ സംഭവിച്ച വലിയൊരു മാറ്റം എന്ന് പറയുന്നത് വലിയൊരു മാൻഡിൽ പ്ലൂം, നമ്മൾ നേരത്തെ പറഞ്ഞ കൂണാകൃതിയിലൊക്കെ മാൻഡിൽ നിന്ന് വരുന്ന ഒരു മെറ്റീരിയൽ ഫ്ലോ, അത് പസഫിക് പ്ലേറ്റിനെ മുകളിലേക്ക് ഉയർത്തി. അപ്പൊ സമുദ്രത്തിന്റെ ജലനിരപ്പ് ഉയർന്നു, കരഭാഗത്തിന്റെ വിസ്തൃതി കുറഞ്ഞു, 10 കിലോമീറ്റർ വ്യാസമുള്ള ഒരു ഉൽക്ക ഭൂമിയിൽ പതിച്ചു. അതാണ് നമ്മൾ ഇതിൽ പറയുന്ന നമ്മുടെ ഒരു ക്രിട്ടേഷ്യസ്. അടുത്തതിൽ നമ്മൾ പറയുന്നുണ്ട് KT എക്സ്റ്റിങ്ഷൻ, ക്രിട്ടേഷ്യസ് ടെർഷറി എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അതോടുകൂടിയാണ് ഈ ദിനോസറുകളുടെ നാശം പൂർണ്ണമാവുന്നത്. ഇനി അത് പാലിയോസോയിക്ക് കഴിഞ്ഞു. മീസോസോയിക്കില് കാര്യമായിട്ടുണ്ടായ ഒരു സംഗതി എന്ന് പറയുന്നത് പാൻജിയ വളർന്നു പോവുകയാണ്. അപ്പോൾ മീസോസോയിക്കിൽ അപ്പൊ ഏതാണ്ട് ഒരു 210 ദശലക്ഷം വർഷം മുമ്പ് ട്രയാസിക്കിന്റെ അവസാനത്തോടു കൂടി, ലേറ്റ് ട്രയാസിക് ആയപ്പോഴേക്കും ഈ മീസോസോയിക്ക് എന്താ ഉണ്ടാവുക വെച്ചാൽ ട്രയാസിക്, ജുറാസിക്, ക്രിട്ടേഷ്യസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ ട്രയാസിക്കിന്റെ അവസാനമായപ്പോഴേക്കും പാൻജിയ വളരാൻ തുടങ്ങി. ഇതാണ് ഇതിൽ ഈ ചിത്രം, ഇതിന്റെ ഒരു ആനിമേഷൻ ആണ്. അതിൽ ആദ്യം കാണുന്നത് മൊത്തത്തിൽ പാൻജിയാണ്. അതിൽ നിന്ന് ഇത് സൗത്ത് അമേരിക്കയാണ്, ഇത് ആഫ്രിക്കയാണ്, ഇത് മഡഗാസ്കർ ആണ്. ഇതിൽ നിന്ന് വേറിട്ട് പോവുകയാണ്. പാൻജി ഇങ്ങനെ പിളർന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മൾ KT എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ക്രിട്ടേഷ്യസ് ടെർഷറി എക്സ്റ്റിങ്ഷൻ എന്ന് മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പൊ നമ്മൾ അതിനെ KPG എക്സ്റ്റിങ്ഷൻ എന്നാക്കിയിട്ടുണ്ട്. ക്രിട്ടേഷ്യസ് പാലിയോജീൻ എക്സ്റ്റിങ്ഷൻ എന്നാണ് പറയുന്നത്. പാലിയോജീൻ യുഗത്തിന്റെ അവസാനത്തിൽ, പാലിയോസോയിക് യുഗത്തിന്റെ അവസാനത്തിൽ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് വൻതോതിലുള്ള ഉണ്ടാകുന്നത്. മീസോസോയിക് യുഗത്തിന്റെ അവസാനം സീനോസോയിക്കിന്റെ ആരംഭമാണ്. അതുകൊണ്ടാണ് അതിനെ ഒരു ബൗണ്ടറി ഇതായിട്ടാണ് പറയുന്നത്. അപ്പൊ ഭൂമിയുമായി കൂട്ടിയിടിച്ചൊരു വലിയ ബോലയിഡ് എന്നാണ് അതിനെ പറയുന്നത്. അതൊരു ചിഹ്നഗ്രഹമാവാം, അല്ലെങ്കിൽ ഉൽക്കയാവാം, അല്ലെങ്കിൽ ധൂമകേതു പോലുള്ള ഒരു അന്യഗ്രഹ ആഘാതം. ഇതുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ആഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ രൂപത്തിലുള്ള നഷ്ടമാണ് ഭൂമിക്ക് ഉണ്ടാക്കിയത്. അതായത് ജീവിവർഗത്തിന്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ 90% ഈ പ്ലാങ്ക്ടണിക് ആയിട്ടുള്ള പ്ലവക ഇനങ്ങൾ മുഴുവൻ നശിച്ചുപോയി. 75% അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നതിന്റെ കണക്കാണ് ഈ പറയുന്നത്. 75% സസ്യയിനങ്ങൾ നശിച്ചുപോയി. എല്ലാ ദിനോസറുകളും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. അപ്പോ ഇതിനുള്ള ഈ ഒരു ഇങ്ങനെ ഒരു എക്സ്റ്റിങ്ഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ഇറിഡിയം എന്ന് പറയുന്ന ഒരു മൂലകമാണ്. ഈ ഇറിഡിയം മൂലകം സാധാരണ നിലയ്ക്ക് ഉണ്ടാവുക ഇമ്പാക്ട് ക്രാറ്ററുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷോക്ക് നടക്കുന്ന സ്ഥലത്താണ്.
അത് വലിയ രൂപത്തിലുള്ള ആ, ഇങ്ങനെ ഭൂമിയിൽ ഇത് പതിച്ചിട്ടുള്ള ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സ്ഥലത്തുനിന്ന് ഇത്തരത്തിലുള്ള ഇറിഡിയം മൂലകം വന്നിട്ടുണ്ട്. അപ്പൊ ഈ KT അതിർത്തി എന്ന് പറയുന്നത് ക്രിട്ടേഷ്യസ് ടെർഷ്യറി, ആ ബൗണ്ടറി, ആ ഒരു സമയത്തിന്റെ അതിർത്തിയാണ് ഇവിടെ പറയുന്നത്. ആ സമയത്ത് രൂപപ്പെട്ട പാറകളിലൊക്കെ തന്നെ എന്തുണ്ട്, ഈ ഏതെങ്കിലും ഒരു ലെയറിലെങ്കിലും ഈ ഒരു ഇറിഡിയത്തിന്റെ അളവ് നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പൊ ഈ ഒരു ഇറിഡിയത്തിന്റെ അളവ് കണ്ടുകിട്ടിയത് കൊണ്ട് എന്തുണ്ട്, വലിയ വ്യാപകമായിട്ടുള്ള ഒരു എക്സിങ്ഷൻ അല്ലെങ്കിൽ ഒരു ബൊളൈഡിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായി എന്നുള്ളത് ക്ലിയർ ആയി. പക്ഷെ വലിയ പ്രശ്നം ഉണ്ടായത് എന്താ വെച്ചാൽ എവിടെയാണ് അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയൊരു ഗർത്തം ഭൂമിയിൽ ഉണ്ടാവണമല്ലോ, അതെവിടെയാന്നുള്ളത് പിടികിട്ടിയിരുന്നില്ല. കുറെ കാലത്തേക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴാണ് ഏകദേശം 150 കിലോമീറ്റർ അക്രോസ്, അതിന്റെ വീതി എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഭൂമിയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സ്ഥിരീകരിച്ച ഗർത്തമായിട്ടുള്ള ചിക്സുലബ് ഗർത്തം ആണ്. അത് കാണാതിരുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ അത് മെക്സിക്കൻ പെനിൻസുലയിലാണ്, മെക്സിക്കോയിലെ യുക്കാറ്റൻ പെനിൻസുലയിലാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു ഭാഗം, പകുതിയിൽ കൂടുതൽ ഭാഗം വെള്ളത്തിനടിയിലാണ്, സമുദ്രത്തിന്റെ ഭാഗത്തിലേക്കാണ്. ബാക്കി ഭാഗം മുഴുവൻ വലിയ രൂപത്തിലുള്ള ഡെൻസ് ഫോറസ്റ്റ് മൂടിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടെത്താനുള്ള കാരണം എന്തായിരുന്നു വെച്ചാൽ അവിടെ പെട്രോളിയം എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് പോയിട്ടുള്ള ജിയോഫിസിസ്റ്റുകളും ജിയോളജിസ്റ്റുകളുമാണ് അവിടുന്ന് ഇത് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് യുക്കാറ്റൻ പെനിൻസുലയിൽ ഈ ചിക്സുലബ് ഗർത്തം ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഇത് അവസാനം ഈ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്, അത് തന്നെയാണ് ഇതിന്റെയൊക്കെ അതിന് കാരണം എന്നും അനുമാനിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെളിവിലേക്ക് എത്തുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള വേറൊരു വലിയത് നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ് ഡക്കാൻ ട്രാപ്പ്, ഫ്ലഡ് ബസാൾട്ട് എന്ന് പറയുന്ന ഡക്കാൻ ട്രാപ്പ്. നമ്മുടെ മഹാരാഷ്ട്ര മുഴുവൻ, കുറച്ച് ഗുജറാത്തിലേക്ക്, കുറച്ച് മധ്യപ്രദേശിലേക്ക് ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന വലിയ രൂപത്തിലുള്ള ഡക്കാൻ ട്രാപ്പ് ബസാൾട്ട് ഉണ്ടാവുകയാണ്. അതെന്താ പറയുന്നത് വെച്ചാൽ ഇന്ത്യൻ പ്ലേറ്റ് വടക്കോട്ടുള്ള അതിന്റെ സഞ്ചാര ദിശയ്ക്ക് ഇടയ്ക്ക് ഒരു ഒരു ഹോട്ട്സ്പോട്ട്, ഈ മാൻഡിൽ പ്ലൂമ് മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിനെ ഹോട്ട്സ്പോട്ട് എന്നാണ് പറയുന്നത്. ആ ഒരു റീയൂണിയൻ ഹോട്ട്സ്പോട്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിന്റെ മേലെ കൂടെ ഇന്ത്യൻ ഫലകം പോയ സമയത്ത് താഴെ നിന്ന് ഈ ഫ്ലഡ് ബസാൾട്ട് വന്നിട്ട് മുഴുവൻ പരന്ന്, അങ്ങനെയാണ് ഈ ഡക്കാൻ ബസാൾട്ട് വരുന്നത്. അപ്പൊ അതും സംഭവിച്ചത് ഏതാണ്ട് ഈ ഒരു കാലത്താണ്. അതിനുശേഷമാണ് ഡക്കാൻ ബസാൾട്ട് ഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിന്റെ അവസാനം, ഫാനറോസോയിക് ഇയോണിലെ അവസാനത്തെ പീരീഡ് യുഗമായിട്ടുള്ള എറയായിട്ടുള്ള സീനോസോയിക് എറയാണ്. അതില് ട്രയാസിക്, സോറി, ഇത് കഴിഞ്ഞു, ക്രിട്ടേഷ്യസ് കഴിഞ്ഞു. ഇനിയുള്ളത് ഇതാണ് മറ്റേ ടെർഷറി ആൻഡ് ക്വാട്ടർണറി എന്ന് പറയുന്നത്. അപ്പൊ സിനോസോയിക്ക് സസ്തനികളുടെ യുഗമാണ്. പുതിയ ജീവിതം എന്നർത്ഥമാണ് ഈ സിനോസോയിക്കിനുള്ളത്. അപ്പൊ ഈ ഘട്ടത്തിലാണ് സസ്തനികൾ, മനുഷ്യപൂർവികർ ഉൾപ്പെടെയുള്ള പ്രബലവും വലുതുമായ ഒരു ജീവരൂപമായിട്ട് മാറുന്നുണ്ട്. ദിനോസറിന്റെ ഇതും ഭീഷണിയൊക്കെ മാറിയതോട് കൂടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് വലിയ രൂപത്തിലുള്ള പക്ഷികൾ ഉണ്ടായി വരുന്നുണ്ട്. ഇനി സിനോസോയിക്കിലാണ് എന്ത് സംഭവിക്കുന്നത്, ഇപ്പൊ നമുക്ക് പരിചിതമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഭൂഖണ്ഡങ്ങളൊക്കെ തന്നെ ഉള്ളത്. പരിചിതമായ സ്ഥലത്ത് നമ്മുടെ ഭൂഖണ്ഡങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അത് അപ്പൊ തന്നെ ഈ ഒരു ഫലകങ്ങൾ കൂടുതൽ പരിചിതമായ സ്ഥലങ്ങളിലേക്ക് നീങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് അതിനോട് അടുത്ത സ്ഥലങ്ങളിലേക്ക് ഭൂമിയുടെ ഫലകങ്ങളൊക്കെ നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ള വേറൊരു പ്രധാന സംഗതി എന്ന് പറയുന്നത് ആൽപ്സ് പർവ്വതനിരകൾ, സാഗ്രോസ്, അതുപോലെ ഹിമാലയൻ പർവ്വതനിരകളൊക്കെ തന്നെ. ഇതൊക്കെ ഉണ്ടായി വന്നിട്ട് ഈ ടെത്തിസ് കടലിനെ പൂർണ്ണമായിട്ട് അടച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഈ പ്രദേശത്ത് ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള വേറെ വലിയൊരു മാറ്റം. ഈ ഒരു തുടക്കം, ഇത് തുടങ്ങുന്നത് ഏതാണ്ട് ഒരു 57 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ആ ഒരു കൂട്ടിയിടി ഇന്നും തുടർന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കൂട്ടിയിടി തുടരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാലോ, ഹിന്ദുക്കുഷ് തൊട്ടിട്ട് നമ്മുടെ ടിബറ്റൻ മേഖല, ചൈന, നമ്മുടെ നേപ്പാള്, ഈ ഒരു അതായത് ഹിമാലയത്തിന്റെ ആ മേഖല മുഴുവൻ ഇന്നും ഭൂകമ്പങ്ങളൊക്കെ തന്നെ വ്യാപകമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ ആ ഒരു കൂട്ടിയിടി എന്ന് പറഞ്ഞാൽ പ്ലേറ്റിന്റെ മൂവ്മെന്റ് സ്റ്റിൽ ഇറ്റ് ഈസ് ദയർ, അത് എപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് അത് അങ്ങനെ പറഞ്ഞത്. ആ ഒരു കൂട്ടിയിടി എന്ന് തുടങ്ങുന്നതാണ് ഇടി. അതിന്റെ ഒരു ആഘാതം ഇപ്പോഴും ഉണ്ട്. സ്റ്റിൽ അതൊരു നോർത്ത് ഈസ്റ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഫ്ലൈറ്റ് എന്നുള്ളതാണ്. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ കേരളത്തിന്റെ ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 2 സ്ലൈഡും കൂടിയുള്ളൂ. അതായത് കേരളത്തിന്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളം ഒരു സംസ്ഥാനമാകെ 3 തട്ടുകളായിട്ടാണ് നമുക്കറിയാം. പശ്ചിമഘട്ടം, മലനാട്, ഇടനാട്, തീരപ്രദേശമാണ്. അപ്പോ പൂർണ്ണമായും പശ്ചിമഘട്ടമാണ്. ഇത് ഈ പറഞ്ഞ കേരളം ഉണ്ടായത് സത്യം പറഞ്ഞ പശ്ചിമഘട്ടം ഉണ്ടായതിനു ശേഷമാണ് എന്ന് നമുക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. അതായത് ഇന്ത്യ ഗോണ്ടാന ലാൻഡിൽ നിന്ന് വേർപെട്ട് വടക്കോട്ടുള്ള പ്രയാണത്തിനിടയിലാണ് നമ്മുടെ ഡക്കാൻ ബസാൾട്ട് ഭൂവൽക്കത്തിന് പുറത്ത് വ്യാപകമായി പരക്കുന്നത് നമ്മൾ കണ്ടത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് പശ്ചിമഘട്ടമായി കാണുന്ന പ്രദേശം ഉയരാൻ തുടങ്ങുന്നത്. അതെങ്ങനെ, എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഇവിടേക്ക് ഉള്ളത് ആ സമയത്ത് ഭൂമിയുടെ ഭാഗമായി കിടന്നിരുന്ന പാറകളാണ്. ചാർണക്കൈറ്റ്, നെയ്സിക് മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ ഇപ്പോ നമ്മുടെ കൊങ്കണിലേക്ക് കുറച്ചാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് ഈ ഡക്കാൻ ബസാൾട്ടാണ്. അപ്പൊ ഡക്കാൻ ബസാൾട്ട് ഫോം ചെയ്തതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഉയർന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഡക്കാൻ ബസാൾട്ട് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി തീരുന്നത്. അപ്പൊ ഈ ഇതും കൂടി ഉണ്ടായതിനു ശേഷം എന്തുണ്ടായി, ഈ പശ്ചിമഘട്ടമായി കാണുന്ന പ്രദേശം ഉയരുന്നു. അപ്പൊ അതോടൊപ്പം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇന്ത്യൻ പ്ലേറ്റ് ആണ് ആലോചിക്കേണ്ടത്. അപ്പൊ അതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇങ്ങനെ ഉയരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം കട്ട് ചെയ്തിട്ട് വീഴുന്നുണ്ട്, കടലിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അതിന്റെ ഒപ്പം.
അതാണ് വേർപെടാനും കടലിലേക്ക് ഇടിഞ്ഞു പോകാൻ. ആ പ്രോസസ്സിനെ പറയുന്നത് എന്താ വെച്ചാൽ റിഫ്റ്റിംഗ് ആൻഡ് ഡൗൺ വാർപ്പിംഗ് എന്നാണ് അതിനെ പറയുന്നത്. ഇതിന്റെ ഒപ്പം ഇതിങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നല്ലല്ലോ. നമുക്കറിയാലോ ജിയോളജിക് ടൈം സ്കെയിലിൽ അല്ലെങ്കിൽ ഒരുപാട് ദശലക്ഷക്കണക്കിന് വർഷം എടുത്തിട്ടാണ് ഇത് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഉയർച്ച വന്നതോട് കൂടിയിട്ട് എന്തുണ്ടായിരുന്നു വെച്ചാല് കിഴക്കോട്ട് ഒഴുകിയിരുന്ന നദികളുടെയൊക്കെ തന്നെ എറോസീവ് പ്രോസസ്സുകൾക്കൊക്കെ തന്നെ ആക്കം കൂടി. കിഴക്കോട്ട് ഒഴുകിയിരുന്ന നദികൾ എന്ത് ചെയ്തു? ഇതിങ്ങനെ ഉയരുമ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ വെള്ളച്ചാട്ടങ്ങളൊക്കെ പുതുതായിട്ട് രൂപം കൊള്ളും. ഇവരുടെ എറോസീവ് പവർ കൂടും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായിച്ചാൽ കിഴക്കൻ തീരത്ത് കിഴക്കോട്ട് ഒഴുകിയിരുന്ന നദി ഇവിടുന്നുള്ള എറോസീവ് പവർ കൂടി ധാരാളം ഡെൽറ്റകൾ ഉണ്ടായി. അതുകൊണ്ടാണ് നമുക്ക് കിഴക്കൻ ഭാഗത്ത് കൃഷ്ണയായാലും ഗോദാവരി ആയാലും കാവേരി ആയാലും ഒക്കെ തന്നെ ധാരാളം ഡെൽറ്റകൾ ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് പോയതുപോലെ അങ്ങനെ വരച്ച പോലെയാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരം. അതുകൊണ്ടാണ് അവിടെ എന്തില്ലാത്തത്? അധികം ഡെൽറ്റകളോ അധികമല്ല, ഡെൽറ്റ തീരെ ഇല്ലാത്തത് അവിടെ അതുകൊണ്ടാണ്. മാത്രമല്ല കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതാണ്ട് ഈ പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിച്ചിട്ടാണ് അവിടേക്ക് പോകുന്ന വലിയ നദികൾ മുഴുവൻ. കൃഷ്ണയായാലും ഗോദാവരി ആയാലും കാവേരി ആയാലും ഒക്കെ തന്നെ വെസ്റ്റേൺ ഘട്ടം തുടങ്ങിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ധാരാളം മെറ്റീരിയൽ വഹിച്ചു കൊണ്ടുപോയിട്ട് കിഴക്കൻ ഭാഗത്ത് ഡെൽറ്റകൾ ഉണ്ടാവും, ഇവിടെ തീരെ ഉണ്ടാവുന്നില്ല. പടിഞ്ഞാറൻ ഭാഗത്ത് അതേസമയം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇതിങ്ങനെ അടർന്നു പോകുന്നു, അതിനോടൊപ്പം തന്നെ കടൽ കയറി വരുന്നു, നിക്ഷേപങ്ങൾ ഇടുന്നുണ്ട്, അതോടൊപ്പം വീണ്ടും അപ്ലിഫ്റ്റ് നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പണി നടക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കായലിൽ നിലങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതിന്റെ അപ്പുറത്ത് കുന്നുകൾ ഉണ്ടാവുന്നുണ്ട്. കിഴക്കോട്ട് ഒഴുകിയിരുന്ന നദികൾ ചിലത് വെള്ളച്ചാട്ടങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ട് പടിഞ്ഞാട്ട് ഒഴുകാൻ തുടങ്ങി. അപ്പൊ അതിൽ പെട്ട ഒന്നാണ് നമ്മുടെ ജോഗ് നദി. ശരാവതി റിവർ എന്ന് പറയുന്നത് നമ്മൾ പക്ഷേ കൊങ്കണിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ പാലം ഓർമ്മ ഉണ്ടാവുമ്പോൾ ഗോവയിലെത്തുന്ന ശരാവതി റിവർ, ശരാവതിയാണത്. ആ ശരാവതിയിലാണ് ജോഗ്, നമ്മുടെ ഷിമോഗയ്ക്ക് അടുത്തുള്ള ജോഗ് അല്ലെങ്കിൽ ദർസോപ്പ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമുള്ളത്. ആ ജോഗ് വെള്ളച്ചാട്ടം സത്യം അത് കിഴക്കോട്ട് ഒഴുകിയിരുന്നായിരുന്നു. റിവർ പൈറസി എന്ന് പറയും. കിഴക്കോട്ട് ഒഴുകിയിരുന്ന നദി അതിന് കുറച്ചും കൂടി ഈസി ആയിട്ട് അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു ഇതിനെ കൂട്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ കട്ടിട്ട് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ ജോഗ് വെള്ളച്ചാട്ടം ഉണ്ടാവുക. അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ കേസിൽ പോലും അങ്ങനത്തെ ഒരു സാധ്യത പറയുന്നുണ്ട്. എന്താ വെച്ചാല് കിഴക്കോട്ട് ഒഴുകിയിരുന്നായിരുന്നു. അത് ഇന്നത്തെ അമരാവതിയുടെ ഒരു പ്രോട്ടോ അമരാവതി അല്ലെങ്കിൽ പ്രാക് രൂപം അമരാവതി ആയിരുന്നു. അത്തരത്തിലുള്ള ഒരു നദിയുടെ ദിശ മാറ്റിയിട്ടാണ് ഭാരതപ്പുഴ ഉണ്ടായി എന്നുള്ള ഒരു ഹൈപ്പോത്തിസിസും നിലവിലുണ്ട്. അപ്പൊ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തുണ്ട് വെച്ചാൽ ഒരു പ്ലൈസ്റ്റോസിൻ ഗ്ലേസിയേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോ അങ്ങനെ ഇതിനിടയ്ക്ക് ഭൂമി ആകെ മഞ്ഞു മൂടി കിടന്നൊരു കാലം ഉണ്ടാവുന്നുണ്ട്. കടല് കയറും ഇറങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ കാണേണ്ടത് എന്താ വെച്ചാല് ഈ നമ്മുടെ കേരളത്തിന്റെ ഒരു ഇതുണ്ടായിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ ദശലക്ഷക്കണക്കിന് വർഷത്തെ ഇതായിട്ട്, കേരളം മാത്രമല്ല ഈ ഒരു പ്രദേശം മുഴുവനായിട്ട്. അപ്പൊ ഇതുകൂടി ഇതിനോട് ചേർത്ത് കാണണം എന്നാണ് പറയാനുള്ളത്. അങ്ങനെ അതോടുകൂടി ഞാൻ ഈ പ്രസന്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.